എല്ലാവർക്കും ജയ് ഭീം, നമോ ബുദ്ധായ. ബുദ്ധിസ്റ്റ് ഇന്റർനാഷണൽ നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ബൗദ്ധവും ധമ്മവും എന്ന പരമ്പരയുടെ 7ാമത്തെ എപ്പിസോഡാണിത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പഠിച്ച കാര്യങ്ങളുടെ ഒരു ക്വിക്ക് റീക്യാപ്പ് പെട്ടെന്ന് നമ്മൾ അതിനെ ഒന്ന് പറഞ്ഞു പോകാം, എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കടക്കാം. ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ബൗദ്ധ ദർശനത്തിന്റെ പാരമ്പര്യത്തെ പറ്റിയാണ്. ബൗദ്ധ ദർശനം ഇന്ത്യയിലെ തദ്ദേശ നിവാസികള് സിന്ധു നദിയുടെ സംസ്കാരം ഉണ്ടാക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പല തെളിവുകളും സൂചിപ്പിക്കുന്നത്. അതായത് ഗൗതമ ബുദ്ധന് മുമ്പ് ഉണ്ടായിരുന്ന 27 ബുദ്ധന്മാരുടെ കാലവും അത് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ആ കാലഘട്ടവും തമ്മിൽ ഒരുപോലെയാണ് എന്നാണ് ചരിത്രകാരന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സിന്ധു നദിയുടെ സംസ്കാരത്തിന്റെ ഉത്ഖനനങ്ങളിൽ നിന്ന് ബൗദ്ധ പാരമ്പര്യത്തിൻ്റെതായ ഒത്തിരിയേറെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അത് ബ്രാഹ്മണ ആഗമനത്തിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ദർശനമാണ്. പല ദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എങ്കിലും ആ ശ്രമണ പരമ്പരയിൽപ്പെട്ട ദർശനങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിച്ചതും ഏറ്റവും യുക്തിസഹവും ഏറ്റവും ശാസ്ത്രീയവുമായി ഒടുവിൽ അംഗീകരിക്കപ്പെട്ടത് ഈ ബൗദ്ധ ദർശനമാണ്. അതാണ് നമ്മൾ ഒന്നാമത്തെ എപ്പിസോഡിൽ കണ്ടത്. രണ്ടാമത്തെ എപ്പിസോഡിൽ എന്താണ് ധമ്മം എന്ന വാക്കിന്റെ അർത്ഥം, ധമ്മം എന്ന് പറയുന്ന പ്രപഞ്ച നിയമങ്ങൾ അല്ലെങ്കിൽ ധമ്മ നിയമങ്ങൾ ഏതൊക്കെയാണ്, അത് ആധുനിക ശാസ്ത്രത്തിലെ കണ്ടെത്തലുകൾ, പ്രത്യേകിച്ച് ന്യൂട്ടന്റെ ചലന നിയമങ്ങൾ, ഐൻസ്റ്റീന്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തുടങ്ങിയ ആ ശാസ്ത്രീയ സിദ്ധാന്തങ്ങളുടെ അല്ലെങ്കിൽ ശാസ്ത്രീയ നിയമങ്ങളുടെ ചുവട് പിടിച്ച് അതുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാണ് നമ്മൾ പഠിച്ചത്. അതുതന്നെയാണ് ധമ്മ നിയമങ്ങൾ. അതായത് പ്രപഞ്ചത്തിന് മാറ്റമില്ലാത്ത കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ആധുനിക ശാസ്ത്രത്തിന്റെ സഹായത്തിലും അല്ലെങ്കിൽ പണ്ടേ ധമ്മ നിയമങ്ങളായിട്ട് പറയപ്പെടുന്നതും രണ്ടും ഒന്ന് തന്നെയാണ് എന്നാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കിയത് രണ്ടാമത്തെ എപ്പിസോഡിൽ. മൂന്നാമത്തെ എപ്പിസോഡിൽ അഷ്ടാംഗ മാർഗം എന്ന് പറയുന്ന ആ പഠന പ്രക്രിയ, അതായത് മനുഷ്യന് മനസ്സുണ്ടെങ്കിൽ അതിനകത്ത് അസ്വസ്ഥത ഉണ്ടെങ്കിൽ തന്നെ അതിനൊരു കാരണമുണ്ട് എന്നുള്ള ആ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അഷ്ടാംഗ മാർഗം എന്ന് പറയുന്ന ഒരു പഠന പ്രക്രിയ, ബുദ്ധൻ രൂപപ്പെടുത്തിയ പഠന പ്രക്രിയയുടെ പഠനം തുടങ്ങുകയായിരുന്നു മൂന്നാമത്തെ എപ്പിസോഡിൽ. അപ്പൊ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ട ധമ്മ നിയമങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ഒരു കാരണമില്ലാതെ ഒന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള പ്രപഞ്ച നിയമം. അത് ന്യൂട്ടന്റെ ആദ്യത്തെ ചലന നിയമമായ ഇനേർഷ്യയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. അതായത് എന്തിനേയും ഒരു തുടക്കമിടണമെന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണം. ഒരു കാരണമില്ലെന്നുണ്ടെങ്കിൽ ഒരു വസ്തുവാണെങ്കിൽ, ചലിക്കുന്ന വസ്തുവാണെങ്കിൽ ചലിച്ചുകൊണ്ടേയിരിക്കും, നിശ്ചലമായിരിക്കുന്ന വസ്തുവാണ് നിശ്ചലമായി തന്നെ ഇരിക്കും. മറ്റെന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ശക്തി അതിന്റെ പുറത്ത് അപ്ലൈ ചെയ്തില്ല എങ്കിൽ. അപ്പൊ അതാണ് ഒന്നാം ചലന നിയമം. അത് തന്നെയാണ് നമ്മൾ പറയുന്ന കോസ് ആൻഡ് എഫക്റ്റ്. ഒരു കോസ് ഉണ്ട്, അതിനകത്ത് എഫക്റ്റ് ഉണ്ട്, കാരണമുണ്ട്, കാര്യമുണ്ടാവും. അപ്പം അങ്ങനെ കാര്യകാരണ ബന്ധമാണ് ഈ പറയുന്ന ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. അപ്പൊ അതിനനുസരിച്ചാണ് മനസ്സിനകത്ത് അസ്വസ്ഥത ഉണ്ടെങ്കിലും അതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണം കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ് അഷ്ടാംഗ മാർഗത്തിന്റെ ഉദ്ദേശം. അപ്പം മനുഷ്യന്റെ മനസ്സിന്റെ ദുഃഖങ്ങളെ മറ്റ് മതങ്ങൾ നേരിടുന്നത് പോലെയല്ല ബൗദ്ധ ദർശനം നേരിടുന്നത്. ബൗദ്ധ ദർശനം അതിന്റെ കാരണത്തെ കണ്ടെത്തി പരിഹരിക്കുക എന്നുള്ളതാണ്. മറ്റു മതങ്ങൾ ചെയ്യുന്നത് അങ്ങനെ ഒരു അസ്വസ്ഥത വരുമ്പോൾ മറ്റെന്തെങ്കിലും ഒരു ശക്തിയെ ആശ്രയിച്ചിട്ട് മറ്റെന്തെങ്കിലും ഒരു സാങ്കല്പികമായ ഒരു ശക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു സങ്കല്പത്തിലേക്ക് മനുഷ്യന്റെ ശ്രദ്ധയെ മാറ്റിവിടുക എന്ന് പറയുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ദൈവസങ്കല്പത്തിനകത്ത് കൂടെ ചെയ്യുന്നത് അതാണ്. ആ ദൈവത്തിനെ പറ്റിയുള്ള ചിന്തകളിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ തൽക്കാലത്തേക്ക് മാറ്റിയിട്ട് അങ്ങനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ യഥാർത്ഥ പ്രശ്നത്തെ കണ്ടെത്തുകയോ പരിഹരിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. കാരണം മനസ്സിനകത്ത് എങ്ങനെയാണ് വികാരങ്ങൾ ഉണ്ടാവുന്നത്, ആ വികാരങ്ങൾ ഉണ്ടാവുന്ന ആ പ്രക്രിയ എങ്ങനെയാണ് ഉള്ളിൽ സംഭവിക്കുന്നത്, അപ്പം വികാരം ഉണ്ടാകുന്ന തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്താണ്, മനുഷ്യന്റെ സമാധാനപരമായിരിക്കുന്ന മനസ്സ് അത് അസ്വസ്ഥമാകുന്ന ആ മൊമെന്റിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിച്ച് പഠിച്ച് കണ്ടെത്തി അതിന്റെ സ്വഭാവം മനസ്സിലാക്കി നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും പ്രവർത്തനം മനസ്സിലാക്കി ആ അറിവിൽ നിന്ന്
മനസ്സിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ അസ്വസ്ഥതകൾ വരാതെ എങ്ങനെയാണ് മനസ്സിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ് അഷ്ടാംഗമാർഗത്തിന്റെ അല്ലെങ്കിൽ ബൗദ്ധ ദർശനത്തിന്റെ പ്രധാനപ്പെട്ട പഠന എന്താ പറയുക സബ്ജക്റ്റ് അതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ 4ാമത്തെ എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മൾ ഉള്ളിലേക്ക് നമ്മൾ നോക്കേണ്ടത്, എങ്ങനെയാണ് നിരീക്ഷിക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മുടെ ശ്രദ്ധയെ പതിപ്പിച്ച് നമ്മൾ നിരീക്ഷിച്ച് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മൾ പറഞ്ഞു. അതായത് അറ്റൻഷൻ നമ്മുടെ ശരീരത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ആനപാനസതിയെ ആനപാനസതി എന്ന് പറയുന്ന ശ്വാസോച്ഛ്വാസത്തെ ഫോക്കസ് ചെയ്യുന്ന കാര്യത്തെ പറ്റി പഠിച്ചു. അതുപോലെ അങ്ങനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ നമുക്ക് തടസ്സങ്ങൾ വരുന്നുള്ളത് നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം എങ്ങനെയാണ് ഏതൊക്കെ കാര്യങ്ങളിലാണ് പിന്നീട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, 4 സതി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ 4 ശ്രദ്ധ പതിപ്പിക്കേണ്ട സ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അവിടെ നമ്മുടെ ശ്വാസം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ശരീരത്തുണ്ടാകുന്ന സംവേദനകൾ അല്ലെങ്കിൽ ഫീലിങ്സ് അല്ലെന്നുണ്ടെങ്കിൽ സെൻസേഷൻസ് അല്ലെങ്കിൽ ബോഡി വൈബ്രേഷൻസ്, അതിനുശേഷം അതിനോട് നമ്മുടെ മനസ്സ് കാണിക്കുന്ന പ്രതികരണത്തിന്റെ രീതികൾ, ഇങ്ങനെ 4 കാര്യങ്ങളെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത്. അതൊക്കെയാണ് നമ്മൾ 4ാമത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. അതിനുശേഷം നമ്മൾ 5ാമത്തെ എപ്പിസോഡ് ആകുമ്പോൾ ആ നിരീക്ഷണത്തിന് ശേഷം ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ച അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻസൈറ്റ്, നമുക്ക് കിട്ടുന്ന ശരിയായ ഒരു വീക്ഷണം, ശരിയായ അണ്ടർസ്റ്റാൻഡിങ്, ശരിയായ ദൃഷ്ടി, അതായത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്ന ഈ യാഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ പരമാർത്ഥങ്ങൾ, നമ്മൾ അറിയുന്ന പരമാർത്ഥങ്ങൾ ഏതൊക്കെയാണ്. അതായത് നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് സർവ്വതും, അതായത് കോശങ്ങളും അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് പരമാണുക്കൾ കൊണ്ടാണ്. ആ പരമാണുക്കളെ നമ്മൾ പറയുന്നത് കലാപകണങ്ങൾ അല്ലെങ്കിൽ ആറ്റംസ് എന്നാണ്. അഷ്ടകലാപങ്ങൾ അല്ലെങ്കിൽ ആറ്റംസ് എന്നാണ് പറയുന്നത്. ഈ അഷ്ടകലാപങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ കണിക ഒരു 4 ഊർജങ്ങളുടെയും ഒരു കോമ്പസിഷനാണ് അല്ലെങ്കിൽ കോമ്പിനേഷനാണ്. ആ 4 ഊർജങ്ങൾ എന്ന് പറയുന്നത് പൃഥ്വി, വായു, അഗ്നി, ജലം എന്നീ പ്രോപ്പർട്ടീസ് ആണ്. അതായത് ഭാരം, ചലനം, താപം, അല്ലെങ്കിൽ പിന്നെ കൊഹസീവ്നെസ് അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കാനുള്ള അല്ലെങ്കിൽ വിഘടിച്ച് നിൽക്കാനുള്ള ആ ഒരു ഊർജം. ഇങ്ങനെ 4 ഊർജങ്ങളുടെ കോമ്പിനേഷന്റെ ഫലമായിട്ടാണ് ഒരു കണിക രൂപപ്പെടുന്നത്. അതിനകത്ത് പലതിന്റെ ഏറ്റക്കുറച്ചിലും ഉണ്ടാവുമായിരിക്കും. അങ്ങനെയാണ് കണികകളുടെ സ്വഭാവം മാറുന്നതെന്നും. അപ്പോൾ ആ ഓരോ കണികയ്ക്കും നിറം, മണം, ഗുണം, രുചി എന്ന് പറയുന്ന 4 ക്യാരക്ടേഴ്സും കൂടെ ഉണ്ടാകുന്നു. അങ്ങനെ ഈ 4 ഊർജ സ്വഭാവങ്ങളും 4 ക്യാരക്ടറുകളും അല്ലെങ്കിൽ 4 സ്വഭാവങ്ങളും ഉള്ള, അല്ലെങ്കിൽ നിറം, മണം, ഗുണം, രുചി എന്നീ 4 സ്വഭാവങ്ങളുള്ള ഒരു കണികയായതുകൊണ്ടാണ് 8 കാര്യങ്ങൾ അതുകൊണ്ട് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് അഷ്ടകലാപങ്ങൾ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ആറ്റംസ് എന്ന് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ. അപ്പൊ അത് നമ്മൾ പുതിയ മോഡേൺ സയൻസിന്റെ ഫലമായിട്ട് നമ്മൾ പഠിക്കുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ന്യൂട്രോണും പ്രോട്ടോണും അതുപോലെ തന്നെ ഇലക്ട്രോൺസും കൂടെ കൂടി ചേർന്നിട്ടുള്ള ആ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ആറ്റത്തെ പഠിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ദർശനത്തിന് അത് മറ്റൊരു രീതിയിലാണ് അതിനെ സമീപിച്ചിരിക്കുന്നതെന്ന് മാത്രം. അപ്പൊ പക്ഷെ അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നിശ്ചലമായിട്ടുള്ള വസ്തുവല്ല. അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന, ചലിച്ചുകൊണ്ടിരിക്കുന്ന, വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന ആറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, പ്രപഞ്ചത്തിലുള്ള എല്ലാം ഇതുപോലെ തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടെത്തുന്നു. അത് നമ്മുടെ ശരീരത്തെ നമ്മൾ നിരീക്ഷിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. നമ്മുടെ ശരീരത്തിൽ ഓരോ ചിന്തകൾക്കനുസരിച്ച്, ഓരോ ഊർജ്ജ സ്വഭാവങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ അകത്തുള്ള വൈബ്രേഷൻസും ശരീരത്തിലുള്ള കെമിക്കൽ കോമ്പോസിഷനും നമ്മുടെ ശരീരത്തിലുള്ള ആറ്റമിക് കോമ്പോസിഷനും മാറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് നമുക്ക് ഫീലിങ്സ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിനെപ്പറ്റി നമ്മൾ അന്ന് പഠിച്ചു. അതായത് 5ാമത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ ആ കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് പഠിച്ചത്. അപ്പോൾ ഓരോ ചിന്തയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ഇന്ദ്രിയങ്ങളിൽ കൂടി വരുന്ന ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അതിനോട് നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ശരിക്കും സംവേദനകൾക്കനുസരിച്ചാണ് നമ്മുടെ മനസ്സിന്റെ പ്രതികരണം ഉണ്ടാവുന്നത്. അതിന് നമ്മളൊരു മോഡൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് സംഭവിക്കുന്നത്. ആദ്യം നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ അറിയുന്നു, പിന്നെ അത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു, അതിനെ നമ്മൾ മൂല്യം കൽപ്പിക്കുന്നു. അതായത് അത് നല്ലതാണോ, ചീത്തയാണോ, ഗുണകരമാണോ, ദോഷമാണോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് ഗുണകരമാണെന്നുണ്ടെങ്കിൽ സുഖകരമായ ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു സെൻസേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു. അത് ഗുണകരമല്ല എന്നാണ് നമ്മുടെ മനസ്സ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിവേചിച്ചറിയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അതിന് വിലയിടുന്നതെങ്കിൽ അത് അല്ലെങ്കിൽ സുഖകരമല്ലാത്ത അസുഖകരമായ ഒരു
ഒരു ശരീരത്തൊരു ഒരു അനുഭൂതി ഉണ്ടാക്കും, അല്ലെങ്കിൽ സംവേദന ഉണ്ടാക്കും, അല്ലെങ്കിൽ സെൻസേഷൻ ഉണ്ടാക്കും. ഇതിനനുസരിച്ചാണ് നമ്മുടെ മനസ്സ് ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സമമായ അവസ്ഥയിൽ നിന്ന് നമ്മൾ മനസ്സ് മാറി തുടങ്ങുന്നത്. അതുവരെ അസ്വസ്ഥമല്ലാത്ത ഒരു മനസ്സ് ആ സമയത്താണ് ഇഷ്ടമോ അനിഷ്ടമോ കാണിച്ചു തുടങ്ങുന്നത്. അപ്പൊ ഇതാണ് മനസ്സിന്റെ ഒരു പ്രവർത്തനം. അത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് നമ്മൾ 5ാമത്തെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ ശരീരത്തുണ്ടാകുന്ന ആ ചേഞ്ചസിനെ എല്ലാം മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന 3 പരമാർത്ഥങ്ങളുണ്ട്. അതായത് ശരീരത്തിനകത്ത് എല്ലാം മാറുന്നു, എല്ലാം അനിത്യമാണ്. ശരീരം മാത്രമല്ല, നമ്മുടെ പ്രപഞ്ചത്തിലുള്ള എല്ലാം അതുപോലെ തന്നെ അനിത്യമാണ്, മാറിക്കൊണ്ടിരിക്കുന്നു. പലതും ചിലപ്പോൾ നമുക്ക് മാറുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല, എങ്കിലും എല്ലാം മാറുന്നുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥ്യം. കാര്യം നമ്മൾ മനുഷ്യനാണ്. മനുഷ്യന്റെ പോലെ തന്നെയുള്ള മറ്റ് ജീവജാലങ്ങൾ, അത് അനിമൽസ് ആവാം, പ്രാണികളാവാം, പുഴുക്കളാവാം, പക്ഷികളാവാം, മൃഗങ്ങളാവാം, അതുപോലെ തന്നെ ചലനമില്ല നമുക്ക് തോന്നുന്ന, അചേതനമെന്ന് തോന്നുന്ന പാറ, കല്ല്, തടി തുടങ്ങിയ വസ്തുക്കളാവാം, ചെടികളാവാം. ഇതെല്ലാത്തിനകത്ത് ഈ മാറ്റം സംഭവിക്കുന്നുണ്ട്. ഏറിയും കുറഞ്ഞും ഈ മാറ്റം സംഭവിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു പരമാർത്ഥമാണ്, ഈ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ സുഖകരമായ അവസ്ഥകൾ, നമ്മുടെ ശരീരത്തിന് സുഖകരമായ ഫീലിങ്സ് തരുന്ന അവസ്ഥകളൊക്കെ ഒരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. അത് മാറുമ്പോൾ നമുക്ക് അസുഖകരമായ ഒരു വികാരം ഉണ്ടാവുന്നു, അസ്വസ്ഥത ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. ഒന്നുകിൽ നമ്മൾ മാറും, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വസ്തുക്കൾ, അല്ലെങ്കിൽ വ്യക്തികൾ, സന്ദർഭങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് സുഖകരമായ ഒരു ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു അനുഭൂതി അത് സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ദുഃഖം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും, അല്ലെങ്കിൽ അസ്വസ്ഥത എന്ന് പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഈവൻ നമ്മൾക്ക് ബോറടിക്കുന്നത് പോലും അതുകൊണ്ടാണ്. കാരണം നമുക്ക് കിട്ടിയ ആ സുഖകരമായ ഒരു അനുഭൂതി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇല്ലാതാവും. കാരണം നമ്മുടെ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന സുഖകരമായ അനുഭൂതികൾ പോലും അധികം നേരം നിലനിൽക്കാത്തത്. കുറച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞു പോകുന്നു, ഫേഡായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാം ഒരു പ്രകമ്പനം, ഒരു വേവ് ഫോം പോലെയാണ്, അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ പോലെയാണ്. കുറച്ച് കഴിയുമ്പോൾ അത് പതുക്കെ അത് കുറഞ്ഞു പോകും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റുകൾ, ഹാപ്പിനെസ്, ആഹ്ലാദങ്ങളെല്ലാം പതുക്കെ മാഞ്ഞു പോകും. ഇതുപോലെ തന്നെയാണ് ദുഃഖകരമായ കാര്യങ്ങൾ പതുക്കെ മാഞ്ഞു പോകും. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ദുഃഖം എന്ന് പറയുന്ന, അല്ലെങ്കിൽ അസ്വസ്ഥത എന്ന് പറയുന്ന കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ 3ാമത്തെ ഒരു പരമാർത്ഥമാണ്, നമ്മുടെ ഉള്ളിൽ സ്ഥിരമായി ഒന്നുമില്ലാത്തത് കൊണ്ട് ഒരു ആത്മാവ് എന്ന് പറയുന്ന ഒന്നില്ല എന്ന് തിരിച്ചറിയുന്നത്. ഒരു ഞാൻ എന്ന് പറയുന്ന ഒന്നില്ല എന്ന് അതെന്റെ ഒരു സങ്കല്പം മാത്രമാണെന്ന് തിരിച്ചറിയുന്നത്. ഒരു പുഴ പോലെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളൊരു പുഴയ്ക്ക് ഒരു പേരിട്ടാലും പക്ഷെ ആ പുഴയിലെ വെള്ളം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്കൊരു പേരുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ആത്മാവില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ ബിക്കമിങ് എന്നാണ് അർത്ഥം. അപ്പൊ അങ്ങനെ ഹ്യൂമൻ ബീയിങ് നമ്മളെ പറ്റി പറയുന്ന കാര്യം അതാണ്. നമ്മളുടെ ഓരോ കോശങ്ങളും ഓരോ മൊമെന്റിലും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയും. ഇതാണ് 3 പരമാർത്ഥങ്ങൾ: അനിത്യ, ദുഃഖ, അനാത്മ. അത് നമ്മൾ അറിയുന്നത് അത് നമ്മൾ 5ാമത്തെ ആ ഒരു എപ്പിസോഡിൽ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ 6ാമത്തെ എപ്പിസോഡിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ഭക്തി, പ്രാർത്ഥന, ദൈവം, അങ്ങനത്തെ സങ്കല്പങ്ങളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് നോക്കാനായിട്ടുള്ള നമ്മുടെ ആ ചാൻസ് ഇല്ലാതാക്കി കളയുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും ഉള്ളിലേക്ക് നോക്കാനോ നമ്മുടെ യഥാർത്ഥ പരമാർത്ഥങ്ങൾ മനസ്സിലാക്കാനോ നമ്മളെ പറ്റിയുള്ള നമ്മുടെ യഥാർത്ഥ പ്രകൃതം, അല്ലെങ്കിൽ നമ്മുടെ ധമ്മം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ട്രൂ നേച്ചർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് പറ്റാതെ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ 6ാമത്തെ എപ്പിസോഡിൽ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഭക്തിയോ അല്ലെങ്കിൽ ദൈവമോ ദൈവസങ്കല്പത്തെയോ ആശ്രയിക്കുന്നവരുടെ ആരുടെയും മനസ്സ് അവർക്ക് ശുദ്ധീകരിക്കാനുള്ള അവർക്കുള്ള അവസരം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഈ പറയുന്ന മുമ്പുള്ള എപ്പിസോഡുകളുടെ വീഡിയോസ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവാം. അതുപോലെ തന്നെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ എന്താണ്, മരണത്തിന് ശേഷമുള്ള അവസ്ഥ എന്താണ് എന്നതിനെ പറ്റിയും അതിനകത്ത് നമ്മൾ ആ ഒരു എപ്പിസോഡിൽ 6ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു. കാരണം അത് മരണത്തിന് ശേഷമുള്ള ഒരു 7 സ്റ്റേജുകളുണ്ട്. നമ്മുടെ എന്തുകൊണ്ടാണ് മരണം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ശരീരത്തിലെ സെല്ലുകളിൽ, കോശങ്ങളിൽ ഊർജ ഉൽപാദനം നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് മരണം സംഭവിക്കുന്നത്. ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സമയം വരെ നമുക്ക് ജീവനുണ്ടാവും. ആ ഊർജം
നമ്മുടെ ബ്രെയിനിനകത്തെ സെല്ലുകളിലും അതുപോലെ തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ ഒരു ബോധം, അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്കകത്ത്, നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് ബോധം എന്ന് പറയുന്ന ആ ബോധം, ചിന്തകള്, തിരിച്ചറിവ്, വിവേചന ശക്തി എന്ന് പറഞ്ഞ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത് തന്നെ ബ്രെയിനിന്റെ അകത്തെ സെല്ലുകൾക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന സമയത്ത് മാത്രമാണ്. നമ്മൾ ക്ഷീണിതരാകുമ്പോൾ, നമുക്ക് ആഹാരം കിട്ടാതെ വരുമ്പോൾ, നമുക്ക് വായു കിട്ടാതെ വരുമ്പോൾ, നമുക്ക് ജലം കിട്ടാതെ വരുമ്പോഴൊക്കെ നമ്മുടെ ഊർജ്ജോൽപാദനം കുറയുമ്പോഴാണ് നമ്മൾ ക്ഷീണിതരാകുന്നു, നമ്മൾ ഫെയിൻ്റ് ആവും, നമ്മൾ ബോധം കെട്ടു പോകുന്നതൊക്കെ അങ്ങനെയാണ്. നമുക്ക് ചില സമയത്ത് നമുക്ക് അല്ലെങ്കിൽ ബ്രെയിനിന് എന്തെങ്കിലും ഒരു ഡാമേജ് സംഭവിക്കുമ്പോഴൊക്കെയാണ് നമുക്ക്, അല്ലെങ്കിൽ അടി കിട്ടുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്കത് ഇല്ലാതായി പോകുന്നത്. അപ്പോ ഈ ബ്രെയിനിലേക്കുള്ള ഈ ബ്രെയിനിനകത്തുള്ള സെല്ലുകൾ, ബ്രെയിനകത്ത് മാത്രമല്ല എല്ലാ കോശങ്ങളിലും ഉള്ള ഊർജ്ജോൽപാദനം നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഊർജം ആവശ്യമുണ്ട്. ആ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ കുടിക്കുന്ന ജലവും നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ ഓക്സിജനും കൊണ്ടാണ് ഊർജ്ജ ഉൽപാദനം ഉള്ളിൽ നടക്കുന്നത്. പക്ഷെ അതിനെ എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുന്നത് രക്തമാണ്. നമ്മുടെ ബ്രെയിനിലാണെങ്കിലും രക്തമാണ് ഇതെല്ലാം എത്തിക്കുന്നത്. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഊർജ്ജോൽപാദനം സംഭവിക്കാതെ വരാം. ഒന്ന്, നമ്മുടെ ഈ രക്തം പൂർണ്ണമാർത്ഥത്തിൽ എല്ലാ സ്ഥലത്തും എത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം സംഭവിക്കാം. ഉദാഹരണത്തിന് ഹാർട്ടിന്റെ കുഴലുകൾക്കകത്ത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായാൽ ഈ രക്തം പൂർണ്ണമായ രീതിയിൽ പമ്പ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഊർജ്ജോൽപാദനം നടക്കത്തില്ല. കാരണം ഈ ന്യൂട്രീഷനും പോഷകങ്ങളും വായുവും ഇത് അവിടെ എത്തിക്കാനുള്ള രക്തം അവിടെ എത്തുന്നില്ല. അപ്പോൾ ഊർജ്ജോൽപാദനം നടക്കാതെ പോകും. അല്ലെങ്കിൽ രക്തത്തിനകത്തേക്ക് നമ്മൾ ആവശ്യമുള്ള പോഷകങ്ങൾ കൊടുത്തില്ലെങ്കിൽ, നമ്മൾ ഭക്ഷണം കഴിക്കാതെ നമ്മൾ പട്ടിണി കിടക്കുകയാണ് കുറേ നാൾ കഴിയുമ്പോൾ, നമുക്ക് ആ പോഷകങ്ങൾ കിട്ടാതെ വരുമ്പോഴത്തേക്ക് ഊർജ്ജോൽപാദനം നടക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ശ്വാസം എടുക്കാൻ, നമുക്ക് ശ്വാസം മുട്ടുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ കിട്ടാതെ വരുമ്പോഴോ നമുക്ക് ഇതുപോലൊരു പ്രശ്നം വരാം. വെള്ളം കുടിക്കാതെ വരുമ്പോഴോ ഇതുപോലെ പ്രശ്നം വരാം. അപ്പൊ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് ഊർജ്ജോൽപാദനം നടക്കാതെ വരുന്നത്. അങ്ങനെ ഊർജ്ജോൽപാദനം നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് മരണം എന്ന് പറയുന്ന സംഗതി ഉണ്ടാകുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഫോണിന്റെ അകത്തെ ബാറ്ററി തീർന്നു പോകുമ്പോൾ, നമ്മുടെ ഫോണിന്റെ ചാർജ് നഷ്ടപ്പെട്ട് ഫോൺ ഡെഡായി പോകുന്നത് പോലെ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ടോർച്ചിനകത്തെ ബാറ്ററി തീർന്നു പോകുമ്പോൾ ടോർച്ചിന്റെ ബൾബിന്റെ പ്രകാശം കുറഞ്ഞ് അത് അവസാനം അണഞ്ഞു പോകുന്നില്ല, കെട്ടുപോകുന്ന പോലെ, അല്ലെന്നുണ്ടെങ്കിൽ മെഴുകുതിരിയുടെ മെഴുകുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു വിളക്കിന്റെ അകത്തെ എണ്ണ തീർന്നു പോകുമ്പോൾ വിളക്കിൽ തിരികെട്ട് പോകുന്നത് പോലെയുള്ള ഒരു പ്രതിഭാസമാണ് നമ്മുടെ മരണം. അതല്ലാതെ ഈ നമ്മുടെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഒരു സാധനം പുറത്തേക്ക് പോവുകയോ, ശക്തിയായിട്ട് നമ്മുടെ ശരീരം വിട്ടു പോവുകയോ, ആത്മാവോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബോധം പുറത്തേക്ക് പോയിട്ട് മറ്റൊന്നിലേക്ക് പോവുകയോ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശാസ്ത്രീയമായി നമ്മൾ ഇത് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പൊ അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഞാൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായിരുന്നത് കൊണ്ടുള്ള ഒരു തെറ്റിദ്ധാരണകളാണ്. പല ഗ്രന്ഥങ്ങൾ പോലും, മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ പോലും ഇപ്പോഴും ആധാരമാക്കിയിട്ടുള്ളത് ഈ ആത്മാവ് എന്ന് പറയുന്ന തെറ്റായ സങ്കല്പത്തെയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഭഗവത്ഗീത എന്ന് പറയുന്നതിന്റെ സങ്കല്പം തന്നെ ആത്മാവ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന് അടിസ്ഥാനപ്പെടുത്തുന്നത്. പക്ഷെ അത് ശാസ്ത്രീയമായ തെറ്റാണ്. നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ബോധം മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ബോധവും നമ്മുടെ ബ്രെയിനിന്റെ അകത്ത് ഊർജ്ജോൽപാദനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആ ഊർജ്ജോൽപാദനം കൂടിയോ കുറഞ്ഞോ, അല്ലെങ്കിൽ രക്തത്തിന്റെ അതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ മാറുമ്പോൾ, ഉദാഹരണം നമ്മൾ ലിക്കർ കഴിക്കുമ്പോൾ, നമ്മൾ മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിന്റെ കോമ്പോസിഷൻ മാറുമ്പോൾ പോലും ആ ചാർജിന് അല്ലെങ്കിൽ ആ ഊർജ്ജോൽപാദനത്തിന് മാറ്റം വരികയും നമ്മുടെ ബോധത്തിന് മാറ്റം വരികയും ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മൾ ഇതുവരെ ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഒരു ആത്മാവോ, മരണത്തിന് ശേഷം ആത്മാവ് എങ്ങോട്ട് പുറത്തേക്ക് പോകുന്നോ, അല്ലെങ്കിൽ അത് അവസാനത്തെ നമ്മുടെ മനസ്സിന്റെ അന്തരീക്ഷം അനുസരിച്ച്, അല്ലെങ്കിൽ മനസ്സിന്റെ വികാരം അനുസരിച്ച് ഒരു ദുരാത്മാവായിട്ടോ, ദുഷ്ടാത്മാവായിട്ടോ, നല്ല ആത്മാവായിട്ടോ, നല്ല ശക്തിയായിട്ടോ, ഭൂതമായിട്ടോ, പ്രേതമായിട്ടോ ഈ പോകുന്നൊക്കെ ഉള്ളതൊക്കെ മുഴുവൻ മനുഷ്യന്റെ ഭാവനകൾ മാത്രമാണ്. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. കാരണം ഒരു ടോർച്ചിന്റെ അകത്തെ ബാറ്ററി കഴിയുമ്പോൾ അതിൻ്റെ അകത്തെ ബൾബ് കെട്ടു പോകുന്നത് പോലെ മാത്രമുള്ളൊരു പ്രതിഭാസമല്ല. അത് ഒന്നും എങ്ങോട്ടേക്കും പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ 6ാമത്തെ എപ്പിസോഡിനകത്ത് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഈ മരണം സംഭവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥകൾ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളോട് നമ്മൾ പറയുമ്പോൾ ഒരു 7 സ്റ്റേജിൽ കൂടെയാണ് നമ്മുടെ മരണത്തിന്റെ അവസ്ഥയ്ക്ക് ശേഷം സംഭവിക്കുന്നത്. അതായത് ആദ്യം നമ്മുടെ ഈ രക്തം അല്ലെങ്കിൽ രക്തം ചംക്രമണം നടക്കാതെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ നിറം മാറും. ശരീരം പതുക്കെ പെയിൽ അല്ലെങ്കിൽ വിളറി തുടങ്ങും.
പൂർണ്ണമായിട്ട് നമുക്കിപ്പോൾ ഉള്ള ഈ നിറം എന്ന് പറയുന്നത് നമ്മുടെ രക്തം കൊണ്ടുണ്ടാകുന്ന നിറമാണ്. ആ രക്തം ഓടാതെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരം വിളറിപ്പോകുന്നു. അത് നമ്മൾ പാലർമോർട്ടിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ പറയുന്നത്. പിന്നീട് അതിന് ശേഷം ഉണ്ടാവുന്നത് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് താപനില, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റൂം ടെമ്പറേച്ചറിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷ താപനിലയ്ക്ക് അനുസരിച്ച് നമ്മുടെ ശരീരത്തിന്റെ താപനില മാറുന്നു. അപ്പോൾ നമ്മുടെ ശരീരം തണുക്കുന്നു. അതിനാണ് നമ്മൾ ആൽഗർ മോർട്ടിസ് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ മസിലുകളെല്ലാം റിജിഡായി സ്റ്റിഫായി പോകുന്നു. അതിന്റെ ഒരു സ്വാഭാവികമായ ഒരു ഫ്ലെക്സിബിലിറ്റി നഷ്ടപ്പെടുന്നു. അതിനെയാണ് നമ്മൾ റിഗർ മോർട്ടിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതിനുശേഷമാണ് നമ്മുടെ ശരീരത്തിലെ രക്തം അത് പമ്പ് ചെയ്യാതെ ഭൂഗുരുത്വാകർഷണത്തിനനുസരിച്ച് അത് താഴേക്ക് സെറ്റിൽ ഡൗൺ ആയി പോകും. നമ്മൾ നിൽക്കുകയാണെങ്കിൽ താഴേക്ക്, അല്ലെങ്കിൽ നിൽക്കുന്ന പൊസിഷനിലാണെങ്കിൽ നമ്മുടെ ശരീരം രക്തം താഴേക്ക് പോകുന്നു. കിടക്കുന്ന പൊസിഷനിലാണെങ്കിൽ എവിടെയാണോ നമ്മുടെ അടിവശം ഉള്ളത്, നമ്മുടെ ശരീരത്തിന്റെ അടിഭാഗം ഉള്ളത്, അങ്ങോട്ടേക്ക് രക്തം പതുക്കെ ഡെപ്പോസിറ്റ് ആയി പോകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരീരത്തിന്റെ ആ നിറം പതുക്കെ മാറി തുടങ്ങി അതൊരു തരം നീല നിറമാകുന്നു, അല്ലെങ്കിൽ പർപ്പിൾ കളർ ആകുന്നു നമ്മൾ പറയുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ എൻസൈമുകളും ബാക്ടീരിയകളും വർക്ക് ചെയ്തിട്ട് അത് കൂടി ഈ നമ്മുടെ ശരീരത്തുള്ള ജൈവ പ്രക്രിയകളിൽ അവിടെ ആ ബാക്ടീരിയകളുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് കുറെ ഗ്യാസുകൾ ഉണ്ടാകുന്നു. ഹൈഡ്രജൻ സൾഫൈഡ്, മീഥൈന്, അങ്ങനെ തുടങ്ങിയ കുറച്ച് എന്താ പറയുക, വളരെ ദുർഗന്ധം വമിപ്പിക്കുന്ന ഗ്യാസുകൾ അവിടെ ഉണ്ടാകും. അത് സാധാരണ ഇതിൽ ആഹാര സാധനങ്ങൾ ഇരുന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലെ അതേ അവസ്ഥ തന്നെ അവിടെ ഉണ്ടാകുന്നു. അതിനാണ് പുട്രിഫാക്ഷൻ എന്ന് പറയുന്നത്. ആ പുട്രിഫാക്ഷൻ കഴിഞ്ഞതിന് ശേഷം ശരീരം പതുക്കെ ഡീകമ്പോസ് ചെയ്ത് തുടങ്ങുകയാണ്. ഈ പറയുന്ന ജൈവ പദാർത്ഥങ്ങളെല്ലാം തന്നെ ബാക്ടീരിയയുടെ ഫലമായിട്ട് അത് ഡീകമ്പോസ് ചെയ്ത് അത് മണ്ണിലേക്ക് ലയിക്കുകയാണ്. അതിനുശേഷം ഉണ്ടാവുന്നതാണ് നമ്മുടെ പല്ലും നമ്മുടെ അസ്ഥികളും മാത്രമായിട്ട് അത് ദ്രവിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ബാക്ടീരിയയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും അത് മാത്രമായിട്ട് അവശേഷിക്കുന്നു. അതിനെയാണ് സ്കെൽറ്റനൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ മരണത്തിന് ശേഷം സംഭവിക്കുന്നത്. അപ്പോ ഏതൊരു ജീവിയും മരിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അത് പട്ടിയായാലും പൂച്ചയായാലും പുഴുവായാലും പക്ഷികളായാലും എല്ലാം ഇത് ചീഞ്ഞും ഇത് ഇല്ലാതാകുന്നതിനകത്ത് ഇതുപോലുള്ള കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇനി ചെടികളാണെങ്കിൽ അതനുസരിച്ച് ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാറ്റം വരാം. പക്ഷെ എന്നാലും അതിനകത്ത് ഇതുപോലെ തന്നെയുള്ള ഒരു ഡീകമ്പോസിഷൻ ആണ് വരുന്നത്. അല്ലാതെ ഒരു പക്ഷിയോ ഒരു ജീവിയോ ഒരു ജീവജാലമോ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ജീവനോ ആത്മാവോ ഒന്നും മറ്റൊന്നിലേക്ക് പോകുകയോ സഞ്ചരിക്കുകയോ അല്ലെങ്കിൽ ചാടിപ്പോവുകയോ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പുനർജന്മം എന്ന് പറഞ്ഞ് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സങ്കല്പങ്ങൾ അർത്ഥശൂന്യമാണ്. അതായത് ആത്മാവ് പോയിട്ട് മറ്റൊന്നിലേക്ക് പോകുന്നു എന്നുള്ളത്. പക്ഷേ എന്നാൽ ഒരു പുനർജന്മത്തെ പറ്റി ബുദ്ധൻ പറയുന്നുണ്ട്. അതെന്താണ്? ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലെങ്കിൽ എനർജി. അതായത് ഇവിടെയുള്ള ആറ്റങ്ങളും ഇവിടെയുള്ള പ്രകൃതിയിലുള്ള ഈ കണങ്ങൾ വെച്ച് തന്നെയാണ് പുതിയ ജീവജാലങ്ങൾ ഉണ്ടാകുന്നതും അത് നശിക്കുന്നതും അതിനുശേഷം മറ്റ് ജീവജാലങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ. അല്ലാതെ പുതുതായിട്ട് ഒരാറ്റം പോലും ഉണ്ടാവുകയോ ഒരാറ്റത്തിന് നമുക്ക് ഇല്ലാതാക്കി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉള്ളതിനെ തന്നെ വെച്ച് റീസൈക്കിൾ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ അത് ഒന്നിൽ നിന്ന് തന്നെയല്ല പലതിൽ നിന്ന് വരുന്നുണ്ടാവും. നമ്മുടെ ശരീരത്തിലുള്ള ആറ്റംസ് ഒക്കെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ ജീവജാലങ്ങളുടെയോ മറ്റേതെങ്കിലുമൊക്കെ ചെടികളുടെയോ ഉള്ളിൽ ഉണ്ടായിരുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മളും ഈ കോമ്പോസിഷൻ ഉണ്ടാവുന്നത്. അത് നമ്മളും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന കാര്യങ്ങൾ മാറുന്നുണ്ട്, നമ്മൾ വിസർജിക്കുന്ന കാര്യങ്ങൾ മാറുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപ്പുണ്ടാവുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ നിന്ന് ശ്വാസം പുറത്തേക്ക് പോകുന്നുണ്ട്, അകത്തേക്ക് എടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മളും ഫുൾ ടൈം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുനർജന്മം എന്ന് പറയുന്ന ഒരു കാര്യം അങ്ങനെ മാത്രമാണ് സംഭവിക്കുക. അല്ലാതെ ഏതെങ്കിലും ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു ബോധം പുറത്തേക്ക് ചാടി മറ്റൊന്നിലേക്ക് പോകുന്നു എന്നുള്ള സങ്കല്പം അത് പ്രകൃതിയിൽ നടക്കുന്ന ഒരു കാര്യമല്ല. അത് വെറും മനുഷ്യന്റെ ഭാവന മാത്രമാണ്. അങ്ങനെയല്ല പ്രകൃതി വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ ഇനി നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഈ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ബുദ്ധന്റെ ഈ നിരീക്ഷണ ധ്യാനത്തിന് ശേഷം അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ ഉള്ളിലെ യാഥാർത്ഥ്യങ്ങളെ അല്ലെങ്കിൽ പരമാർത്ഥങ്ങളെ അദ്ദേഹം തിരിച്ചറിയുന്ന ആ ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാചകമുണ്ട്. അത് പാലി ഭാഷയിൽ അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇതാണ് ബുദ്ധൻ പറയുന്ന വാചകങ്ങൾ. അതായത് അനേക ജാതി സംസാരം
സന്ധാവിസം അനിബിസം ഗഹകാരകം ഗവേ സന്ധോ ദുഃഖ ജാതി പുന പുന ഗഹകാരക ദിഠോസി പുനഗേഹം നഖാഹസി സബ്ബ തേ ഭസ്സുക ഭഗ ഗഹകൂടം വിസംഖിതം വിസംഖാര ഗതം ചിത്തം തനഹാനം ഖയ മജ്ജഗ. ഇതിനർത്ഥം, ഇത്രയും നാള് ഞാന് പുതിയ പുതിയ വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഞാൻ പുതിയ പുതിയ വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അനേക ജാതി സംസാരങ്ങൾ, അതായത് ഞാൻ പല ജന്മം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് പക്ഷെ ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ജന്മമെടുക്കൽ എന്ന് പറയുമ്പോൾ ബുദ്ധൻ ഉദ്ദേശിക്കുന്നത് ഒരു സമയത്തുള്ള മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. അത് മറ്റൊരു ശരീരവും മനസ്സുമാകുന്ന കോമ്പിനേഷൻ ആകും. അതായത് നമ്മുടെ ശരീരത്തിനകത്ത് കോമ്പണൻസ് മാറുന്നു, മനസ്സിന്റെ എന്താ പറയുക, ആ സമയത്തെ ചിന്തകളും സ്വഭാവങ്ങളും മാറുന്നു. അപ്പൊ മനസ്സ് മാറുന്നു, ശരീരവും മാറുന്നു, അപ്പൊ പുതിയൊരു വ്യക്തിയാവും. അതിനുശേഷം പിന്നെയും മനസ്സിനകത്ത് മാറ്റങ്ങൾ വരുന്നു, ശരീരത്തിനകത്ത് മാറ്റങ്ങൾ വരുന്നു. അപ്പൊ മൈൻഡ് മാറ്റർ കോമ്പിനേഷൻ, അല്ലെങ്കിൽ മനസ്സ് ശരീരമുള്ള കോമ്പിനേഷൻ മാറുന്നു, പുതിയൊരു വ്യക്തിയാവും. ഇങ്ങനെ നമ്മൾ പുതിയ വ്യക്തികളായി ഓരോ നിമിഷവും മാറിക്കൊണ്ടിരുന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അത് അദ്ദേഹത്തെ തന്നെ നിരീക്ഷിക്കുമ്പോൾ അദ്ദേഹം മനസ്സിലാകുന്നു, ഓരോ മൊമെന്റിലും അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അകത്തെ പ്രവർത്തനങ്ങൾ മാറുന്നു, മനസ്സിന്റെ ഭാവം മാറുന്നു, ശരീരത്തിന്റെ കോമ്പസിഷൻ മാറുന്നു, വ്യക്തി മാറുന്നു. ഇത് നമ്മൾ എല്ലാവരും ഉണ്ടാവുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹം അത് നോക്കിയപ്പോൾ അദ്ദേഹം മനസ്സിലാകുന്നു, അദ്ദേഹം സ്ഥിരമായ ഒരു വ്യക്തിയല്ല. അപ്പൊ ഇത്രയും നാളും ഞാൻ ഓരോരോ ജന്മം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ് അദ്ദേഹം ചെയ്യുന്നത്? ഇപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിനെയും അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെയും അതിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസിനെ, മനസ്സിനകത്ത് ഉണ്ടാകുന്ന വ്യത്യാസത്തെയും ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന വ്യത്യാസത്തെയും അദ്ദേഹം നിരീക്ഷിക്കുകയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അദ്ദേഹമായിട്ട് അതിനകത്തോട്ട് ഇൻവോൾവ് ആകുന്നില്ല, മുഴുകുന്നില്ല. നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിലാണ് നമ്മൾ പഠിച്ചു, അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് 5 ഖണ്ഡങ്ങളുടെ ഒരു ആകത്തുകയാണ്. ഒന്ന് ഫിസിക്കൽ ശരീരം, രണ്ടാമത്തേത് ഓരോ ഇന്ദ്രിയത്തിനനുസരിച്ചുള്ള നമ്മുടെ ബോധം. അതായത് നമ്മൾ കാണുകയാണെങ്കിൽ ഫുൾ ബോധം നമ്മുടെ കണ്ണിനകത്തോട്ട്, ആ കാഴ്ച എന്ന് പറയുന്ന പ്രക്രിയയിലേക്കാണ്. കേൾക്കുകയാണെങ്കിൽ നമ്മുടെ പൂർണ്ണ ബോധം ആ കേൾവി എന്ന് പറയുന്ന കാര്യത്തിലേക്കാണ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒന്നും കാണുന്നില്ല, കേൾക്കൽ മാത്രം ഉണ്ടാകുന്നു. ഏതിലാണ് നമ്മുടെ ബോധത്തെ ഫിക്സ് ചെയ്തിരിക്കുന്നത് അത് മാത്രമായിരിക്കും ആ പർട്ടിക്കുലർ ആ ഒരു ഇന്ദ്രിയം മാത്രമായിരിക്കും അന്നേരം വർക്ക് ചെയ്യുന്നത്, അന്നേരം പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ മണക്കുകയാണെങ്കിൽ ആ മണമായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുന്നത്, മറ്റൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വരത്തില്ല. അവർ നമ്മൾ രുചിക്കുകയാണെങ്കിൽ രുചിയെ പറ്റിയാണ് നമ്മുടെ പൂർണ്ണ ബോധമെങ്കിൽ അങ്ങോട്ടേക്ക് രുചിബോധത്തിലേക്ക് പോകും. സ്പർശമാണെങ്കിൽ സ്പർശന ബോധത്തിലേക്ക് പോകും, നമ്മൾ മറ്റൊന്നും അറിയുകയോ കാണുകയോ കേൾക്കുകയോ ചെയ്യത്തില്ല. അപ്പൊ ഏത് ഇന്ദ്രിയത്തിലേക്കാണ് നമ്മുടെ ബോധം പോകുന്നത് ആ ഇന്ദ്രിയത്തിലേക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ ശ്രദ്ധയും നമ്മുടെ ബോധവും അതിലേക്ക് പോകും. അതാണ് ഇന്ദ്രിയ ബോധം. അതാണ് രണ്ടാമത്തെ ഒരു ഖണ്ഡം. ആദ്യത്തേത് ഫിസിക്കൽ ശരീരമാണ്, അത് കലാപകണങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഫിസിക്കൽ ശരീരം. രണ്ടാമത്തേത് ഇന്ദ്രിയ ബോധം. മൂന്നാമത്തേത് ആണ് നമ്മുടെ മനസ്സിന്റെ വിവേചന സ്വഭാവം. അതായത് തിരിച്ചറിയുക, അതെന്താണെന്ന് തിരിച്ചറിയുക, അതിനെ വിലയിരുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന മനസ്സിന്റെ ഭാവമാണ് രണ്ടാമത്തെ പ്രക്രിയ. ആദ്യത്തേത് അറിയുക, അതിനെപ്പറ്റി ബോധവാനാവുക അല്ലെങ്കിൽ ബോധവതിയാവുക. രണ്ടാമത്തെ തിരിച്ചറിയുക. അപ്പൊ ആദ്യത്തേത് കൊഗ്നീഷൻ, രണ്ടാമത്തെ റെക്കഗ്നീഷൻ. മൂന്നാമതാണ് ശരീരത്തിലുണ്ടാവുന്ന സംവേദനം. അതനുസരിച്ച് ശരീരത്തിലുണ്ടാവുന്ന നമ്മുടെ പെരുവിരൽ മുതൽ നമ്മുടെ നെറുക വരെയുള്ള നമ്മുടെ പൂർണ്ണ ശരീരത്തിനകത്ത് എവിടെയും ഓരോ വൈബ്രേഷൻസ് അനുസരിച്ച് മാറി വരാം. അതായത് നമ്മൾ എങ്ങനെയാണ് മൂല്യം, നമ്മൾ അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, നല്ലതാണ് ചീത്തയാണ്. അപ്പൊ ഞാൻ കേൾക്കുന്ന ഒരു വാർത്ത അത് നല്ലതാണ്, അത് തെറ്റായ വാർത്തയാണ് അല്ലെങ്കിൽ ചീത്തയായ വാർത്തയാണെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ അസുഖകരമായ അനുഭൂതി ഉണ്ടാകുന്നു. നല്ലതാണെന്ന് കേൾക്കുമ്പോൾ സുഖകരമായ അനുഭൂതി ഉണ്ടാകും, നല്ല കാഴ്ച കാണുമ്പോൾ സുഖകരമായ അനുഭൂതി ഉണ്ടാകുന്നു. ആ ചീത്തയായിട്ടൊരു കാഴ്ചയാകുമ്പോൾ ചീത്തയാണെന്ന് മനസ്സിലാക്കുന്ന മാത്രയിൽ നമ്മുടെ ശരീരത്തിൽ ദുഃഖകരമായ ഒരു അനുഭൂതി ഉണ്ട്, അല്ലെങ്കിൽ അസുഖകരമായ ഒരു അനുഭൂതി ഉണ്ടാകുന്നു. ഇതുപോലെ ഓരോ ഇന്ദ്രിയത്തിനനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് നമ്മളെ തിരിച്ചറിയുന്ന വിവേചിക്കുന്ന മനസ്സ് എങ്ങനെയാണോ അതിനെ വിലയിരുത്തുന്നത് അതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഒരു സംവേദന ഉണ്ടാകും, അല്ലെങ്കിൽ അനുഭൂതി ഉണ്ടാകും, അല്ലെങ്കിൽ വികാരം ഉണ്ടാകും.
അതിനുശേഷമാണ് നമ്മുടെ മനസ്സ് അതിനോട് പ്രവർത്തിക്കുന്നത്, അതിനോട് പ്രതികരിക്കുന്നത്. സുഖകരമായ അനുഭൂതിയാണെങ്കിൽ അതെല്ലാം എനിക്ക് വേണം, എനിക്ക് വീണ്ടും വീണ്ടും വേണം. അതല്ല സുഖകരമല്ലാത്ത അസുഖകരമായ അനുഭൂതികൾ ഉളവാക്കുന്ന എന്തും എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, അതിനോട് താല്പര്യമില്ല എന്ന് പറയുന്ന ഇഷ്ടക്കേടിന്റെ ഒരു പ്രതികരണം. അപ്പൊ ഇഷ്ടത്തിന്റെയും ഇഷ്ടക്കേടിന്റെയും പ്രതികരണങ്ങൾ ഇങ്ങനെ മാറി മാറി വരുമ്പോഴാണ് മനസ്സ് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ആ 3 ഘട്ടത്തില് നമ്മുടെ കോഗ്നിഷൻ, റെക്കഗ്നിഷൻ, ബോഡി സെൻസേഷൻ, ഈ 3 നമ്മളായിട്ടൊരു ആക്ഷൻ ചെയ്യുന്നില്ല. പക്ഷെ ഈ 4ാമത്തെ കണ്ടീഷനിൽ, 4ാമത്തെ അവസ്ഥയിൽ പ്രതികരണം എന്ന് പറയുന്നിടത്താണ് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആക്ഷൻ, നമ്മുടേതായിട്ടുള്ള ഒരു പ്രവൃത്തി അവിടെയാണ് തുടങ്ങുന്നത്. അതുവരെ ഉള്ളതെല്ലാം പ്രകൃതിയുടെ തന്നെയുള്ള ഒരു പ്രവർത്തനം മാത്രമാണ്. പക്ഷെ അത് വേണം വേണ്ട എന്ന് പറയുന്ന ഇഷ്ടമോ ഇഷ്ടക്കേടോ നമ്മുടെ മനസ്സ് കാണിക്കുമ്പോൾ മുതലാണ് നമ്മുടേതായിട്ടുള്ള ഒരു പ്രതികരണം അതിനകത്ത് വരുന്നത്. അതുകൊണ്ടാണ് അതിനെ കർമ്മ ഊർജം അല്ലെങ്കിൽ വോളീഷണൽ എനർജി എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് എന്നാണ്, അല്ലെങ്കിൽ ഫോഴ്സ് എന്നാണ് പറയുന്നത്. അതാണ് കർമ്മ. ആ ജോലി തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മളായിട്ടൊരു നമ്മളായിട്ട് ഒരു വർക്ക് ചെയ്യുന്നത്, നമ്മളായിട്ടൊരു പ്രവൃത്തി ചെയ്യുന്നത് അപ്പോഴാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നമ്മളായിട്ട് അങ്ങനെ ശീലിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ശീലങ്ങളൊക്കെ കർമ്മ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അതായത് അവന്റെ ആ ശീലം ഇഷ്ടത്തിന്റെ ശീലങ്ങളാണെങ്കിൽ അതെല്ലാം ഇഷ്ടത്തിന്റെ കർമ്മ സംസ്കാരങ്ങളും, ഇഷ്ടക്കേടിന്റെ ശീലങ്ങളാണെങ്കിൽ ഇഷ്ടക്കേടിൻ്റെതായിട്ടുള്ള കർമ്മ സംസ്കാരം എന്ന് പറയുന്നത്. അതിനെ പാലി ഭാഷയിൽ സംഖാര എന്ന് പറയുന്നത്. കർമ്മ സംഖാര, കമ്മ സംഖാര. അത് നല്ലതും ആവാം ചീത്തയും ആവാം. അതായത് ഇഷ്ടം കൊണ്ടുള്ളതും ആവാം, ഇഷ്ടക്കേട് കൊണ്ടുള്ളതും ആവാം. ഇങ്ങനെയാണ് നമ്മുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മുടെ ശരീരവും. ഇങ്ങനെ ഈ 5 ഖണ്ഡങ്ങൾ, ശരീരം, ഇന്ദ്രിയബോധം അല്ലെങ്കിൽ കോഗ്നിഷൻ, റെക്കഗ്നിഷൻ, സംവേദന, പിന്നെ കർമ്മ സംസ്കാരം, ഇങ്ങനെ അല്ലെങ്കിൽ സംഖാര, ഇങ്ങനെ ഈ 5 കാര്യങ്ങളാണ്, അല്ലെങ്കിൽ 5 ഖണ്ഡങ്ങൾ കൂടിയാണ് ഒരു വ്യക്തി ഉണ്ടാകുന്നത്. ഇതിന്റെ കോമ്പിനേഷൻ വരുമ്പോഴാണ് അയാളുടെ ഒരു സമയത്തെ ഒരു ജന്മം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനകത്ത് ഓരോന്നിനകത്ത് മാറ്റം വരുമ്പോൾ അയാൾ മറ്റൊരു വ്യക്തിയായി മാറുകയാണ്. ഇങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് നമ്മൾ ഓരോ മൊമെന്റും ഒരു വ്യക്തിയല്ല, പല പല വ്യക്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബുദ്ധൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇത്രയും നാളും ഇങ്ങനെ പല ജന്മം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അദ്ദേഹം ഇതിനെ മാറി നിന്ന് ഈ മനസ്സിന്റെ ഓരോ വികാരങ്ങളെയും, മനസ്സിനകത്ത് ഉണ്ടാവുന്ന ഭാവവ്യത്യാസങ്ങളെയും, ശരീരത്തിൽ ഉണ്ടാവുന്ന സംവേദനകളും മാറി മാറി വരുന്നതിനെ അദ്ദേഹം നിരീക്ഷിക്കുകയാണ്. അദ്ദേഹം ഒന്നിനോടും ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കുന്നില്ല, അതിനകത്തോട് മുഴുകുന്നില്ല. ശരീരത്തിൽ നല്ല സംവേദന വന്നു, അദ്ദേഹം അതിനെ നിരീക്ഷിച്ചു. അടുത്ത മൊമെന്റിൽ മറ്റൊരു ചിന്ത വന്നു, ശരീരത്ത് ഒരു അസുഖകരമായ ചിന്ത വന്നു, അല്ല ഒരു സെൻസേഷൻ വന്നു, ഒരു സംവേദന വന്നു. അദ്ദേഹം അതിനെ നിരീക്ഷിക്കുന്നു. അദ്ദേഹം നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഈ വരുന്ന സംവേദന അല്ലെങ്കിൽ ആ അനുഭൂതി അല്ലെങ്കിൽ ആ സെൻസേഷൻ അത് വരുന്നു, പിന്നീട് അതൊരു മൂർധന്യാവസ്ഥയിലെത്തുന്നു, അത് തനിയെ മാഞ്ഞു പോകുന്നു. ഒരു വൈബ്രേഷൻ പോലെ വന്നു പതുക്കെ അത് മാഞ്ഞു പോകുന്നു. അപ്പൊ അദ്ദേഹം അതിനോട് ഇഷ്ടമോ ഇഷ്ടക്കേടോ കാണിക്കുന്നില്ല. കാരണം ഏത് സെൻസേഷനും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത് അത് നിലനിൽക്കത്തില്ല, അത് മാഞ്ഞു പോകുന്നതാണ്, തനിയെ മാറിക്കൊണ്ടിരിക്കുന്നതാണ്, ട്രാൻസിയന്റ് ആണ്, സ്ഥിരമായി നിൽക്കുന്നില്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അത് നമ്മുടെ ഒരു സ്വഭാവമാണ്, നമ്മുടെ ശരീരത്തിന്റെ ഒരു യഥാർത്ഥ സ്വഭാവമാണ്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ ഏത് സെൻസേഷൻ വന്നാലും അതിനെ നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും അതൊരു സമയത്തും അത് ശരീരത്തിൽ സ്ഥിരമായി നിൽക്കുന്നില്ല. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തേക്ക് ഒരു നൊടി നിങ്ങളൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ദേഷ്യത്തിൻ്റെതായ പ്രകമ്പനങ്ങൾ നമ്മുടെ ശരീരത്തിൽ വന്നിട്ട് പതുക്കെ അത് മാഞ്ഞിക്കും. അതുപോലെ ഹാപ്പി ആയിട്ട് തമാശ പറയുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ആ എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ചിരി അല്ലെങ്കിൽ ആഹ്ലാദം, അന്നേരം നിങ്ങളുടെ ശരീരത്തേക്ക് ഒന്ന് നോക്കുക, നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സെൻസേഷൻ വരുന്നു, അത് മൂർധന്യാവസ്ഥയിലെത്തുന്നു, പിന്നെ പതുക്കെ മാഞ്ഞു പോകുന്നു. അതുപോലെ എന്തിനോടെങ്കിലും ഒരു പാഷൻ, ഇപ്പോ സെക്ഷൽ ആയിട്ടുള്ള ഒരു ചിന്ത, ഇതൊക്കെ വരുമ്പോഴും ഉണ്ടാവുന്ന ആ ഒരു പാഷൻ, ആ ഒരു വൈബ്രേഷൻ ശരീരത്തിൽ വന്ന് കുറച്ച് കഴിയുമ്പോൾ അത് മാഞ്ഞു പോകുന്നു. അപ്പൊ എല്ലാത്തിനും ഈ ഒരു ഉണ്ടാവൽ ഇല്ലാതെയാകൽ, എറേസിങ് പാസിങ്, ഈ ഒരു സ്വഭാവം എല്ലാത്തിനും ഉണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹം നിർനിമേഷനായിട്ട് ഇതെല്ലാം വീക്ഷിക്കുന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹമായിട്ട് പുതിയ പുതിയ കർമ്മ സംസ്കാരങ്ങൾ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ഒന്നിനോടുള്ള ഇഷ്ടമോ അനിഷ്ടമോ അദ്ദേഹം കാണിക്കുന്ന പരിപാടി അദ്ദേഹം അവിടെ നിർത്തുക, സ്റ്റോപ്പ് ചെയ്യുക.
അദ്ദേഹം ജസ്റ്റ് എല്ലാത്തിനെയും സാക്ഷ്യഭാവത്തോടുകൂടി വീക്ഷിക്കുന്ന ഒരു പൂർണ്ണ ബോധാവസ്ഥയിൽ അദ്ദേഹം ഇരിക്കുകയാണ്. ആ പൂർണ്ണ ബോധാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ ജാഗ്രതയുണ്ട്. അത് ഒരിക്കലും ഒരു ചിന്തയ്ക്കകത്തോട്ടോ എന്തെങ്കിലും ഒരു ഇഷ്ടത്തിന്റെയോ ഇഷ്ടക്കേടിന്റെയോ ചിന്തയിലേക്കൊന്നും അദ്ദേഹം ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് പോകുന്നില്ല. അദ്ദേഹം ശരീരത്തിൽ സംഭവിക്കുന്നതും ഉള്ളിലും പുറത്തും സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി അദ്ദേഹം പൂർണ്ണ ബോധവാനാണ്, ജാഗ്രതയുള്ളവനാണ്, ജാഗരൂകനാണ്, ഫുള്ളി പ്രസന്റ് ആണ്, ഫുള്ളി കോൺഷ്യസ് ആണ്. അദ്ദേഹം പൂർണ്ണ ബോധാവസ്ഥ എത്തിയ ആളാണ്. അദ്ദേഹത്തിന്റെ മനസ്സിനെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് ഇനി ഒന്നുമില്ല. കാരണം എല്ലാത്തിനോടും അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ കൊണ്ട് നിരീക്ഷിച്ച് അദ്ദേഹം ഒന്നിനകത്തോട്ടും അദ്ദേഹം പോവാതെ അദ്ദേഹത്തെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് ഇനി ഒരു രീതിയിലുള്ള അനുഭൂതിക്കും ഇനി കഴിയില്ല. കാര്യം ഓരോ അനുഭൂതികളുമായിട്ട് നമ്മൾ ഇഷ്ടവും ഇഷ്ടക്കേടും നമ്മൾ കാണിച്ചു വെച്ച് നമ്മൾ ശീലം ഉണ്ടാക്കിയിരുന്നിട്ടുണ്ട്. പക്ഷെ ഇദ്ദേഹം ആ ശീലങ്ങളെല്ലാം നിരീക്ഷിച്ച് ആ ഇഷ്ടവും ഇഷ്ടക്കേടും കാണിക്കുന്ന ആ ഒരു മനസ്സിന്റെ പ്രതികരണത്തിന്റെ ആ സ്വഭാവത്തെ അദ്ദേഹം മാറ്റി. അപ്പൊ ഇനിയിപ്പോ ഏത് സെൻസേഷൻ ശരീരത്തിൽ വന്നാലും അദ്ദേഹം അതിനെ കാണുന്നു, അത് വരുന്നു, അത് തന്നെ മാഞ്ഞു പോകുന്നു. അദ്ദേഹം ഇഷ്ടക്കേടോ അതിനോട് കാണിക്കാൻ പോകുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ പുതിയ ജന്മമെടുക്കുന്ന അദ്ദേഹമായിട്ട് കൊണ്ട് പുതിയ കാര്യങ്ങളോട് ഇഷ്ടവും അനിഷ്ടവും കാണിച്ച് പുതിയ വ്യക്തിയായി മാറുന്ന ആ ഒരു സ്വഭാവത്തിൽ അദ്ദേഹം അവിടെ അന്ത്യം കുറിക്കുകയാണ്. അതാണ് അദ്ദേഹം പറയുന്നത്, ഇനി ഞാൻ പൂർണ്ണ ബോധാവസ്ഥയിലെത്തി, ഇനി എന്നെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇഷ്ടവും ഇഷ്ടക്കേടോ കാണിച്ചുകൊണ്ട് പോകാൻ ഒന്നിനും കഴിയില്ല. അദ്ദേഹമായിട്ട് ഇനി പുതുതായിട്ട് ഒന്നിനോടൊരു ഇഷ്ടവും അനിഷ്ടവും കാണിക്കുകയില്ല. അദ്ദേഹത്തിന്റെ മനസ്സിന് അതിനോടൊന്നും താല്പര്യമില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം പൂർണ്ണമായി അദ്ദേഹത്തിന്റെ മനസ്സ് ഇനി ഒരു അങ്ങനത്തെ ഇഷ്ടത്തിന്റെയോ അനിഷ്ടത്തിന്റെയോ ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു വർക്ക് അത് ചെയ്യുകയില്ല. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പുതിയ ജന്മമെടുക്കാനുള്ള ആ പ്രവൃത്തി അദ്ദേഹം അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പ്രകൃതി സ്വാഭാവികമായിട്ട് നടക്കുന്ന ബാക്കിയുള്ള പ്രക്രിയകൾ മാത്രമാണ് അവിടെ നടക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം ഇതിനെപ്പറ്റിയെങ്കിലും ചിന്തിക്കുക, അദ്ദേഹത്തിന്റെ മനസ്സ് പിന്നെ ജാഗ്രതാവസ്ഥയിലെത്തുക. ഇത് മാത്രമേ ഉള്ളൂ അവിടെ സംഭവിക്കുന്നത്. അപ്പൊ ആ ചിന്തിക്കുമ്പോൾ പോലും അദ്ദേഹം ജാഗ്രതയോടുകൂടിയായിരിക്കും അത് ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോ അദ്ദേഹം ഈ ജന്മമെടുക്കുന്ന പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്തു. നമ്മളിതറിയാത്തവര് നമ്മളറിയാതെ നമുക്ക് നമ്മളെ പറ്റിയുള്ള ഈ നമ്മുടെ ശരീരത്തിനകത്തും മനസ്സിനകത്തും നടക്കുന്ന ഈ ചേഞ്ചസിനെ നമ്മൾ പഠിക്കാത്ത ഒരാള് ഓരോ വികാരങ്ങൾ ഓരോ ശരീരത്തിൽ വരുന്ന അനുഭൂതിക്ക് അനുസരിച്ച് ഇങ്ങനെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ ഓരോരോ വ്യക്തിയായിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് ആ പ്രശ്നമില്ല. കാരണം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ സംവേദനകളെ പറ്റി അദ്ദേഹത്തിന് പൂർണ്ണ ബോധമുണ്ട്. അദ്ദേഹം അതിനെ അറിയുന്നുണ്ട്. അത് വരുന്നതും പോകുന്നതും അദ്ദേഹം കാണുന്നുണ്ട്. അദ്ദേഹം അതിനോട് ഇഷ്ടമോ അനിഷ്ടമോ കാണിക്കുന്നില്ല. ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്, ഇനി ഞാൻ ജന്മമെടുക്കുന്ന പ്രക്രിയ നിർത്തി എൻ്റെ മനസ്സ് നിർബാണാവസ്ഥയിൽ, അതായത് അത് കെടുത്തിക്കളഞ്ഞു അദ്ദേഹം. അതായത് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്ന ആ ഒരു സ്വഭാവത്തെ അദ്ദേഹം കെടുത്തി. അങ്ങനെയാണ് അദ്ദേഹം നിർവ്വാണാവസ്ഥയിലെത്തുന്നത്. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കുന്നു, ഇനി അദ്ദേഹത്തിന് മരണവുമില്ല, ജനനവുമില്ല. കാരണം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല. അപ്പൊ അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ഒരു വ്യക്തിയില്ല. കുറച്ച് ഈ 5 ഖണ്ഡങ്ങളുടെ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. അവിടെ എങ്ങും ഒരു ഞാനില്ല. ഫിസിക്കൽ ശരീരമാണോ ഞാൻ? അല്ല. കോഗ്നിഷൻ ആണോ അല്ലെങ്കിൽ അറിയലാണോ, ആ ബോധമാണോ ഞാൻ? അല്ല. തിരിച്ചറിയലാണോ ഞാൻ? അല്ല. ശരീരത്തിലുണ്ടാകുന്ന സംവേദനയാണോ ഞാൻ? അല്ല. മനസ്സിന്റെ പ്രതികരണമാണോ ഞാൻ? അല്ല. അപ്പൊ ഇവിടെ എങ്ങും ഒരു ഞാനില്ല. അപ്പൊ അവിടെ പ്രകൃതി മാത്രമേ ഉള്ളൂ, പ്രപഞ്ചം മാത്രമേ ഉള്ളൂ. ഞാനില്ല എന്നുള്ള വസ്തുത അദ്ദേഹം അതോടുകൂടി മരണത്തിൽ നിന്നും ജനനത്തിൽ നിന്നും അദ്ദേഹം മുക്തനാവുകയാണ്. ഈ ജനനം മരണം എന്ന് പറയുന്നതൊക്കെ നമ്മുടെ മനസ്സിനകത്തുള്ള സങ്കല്പമാണ്. ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ അവസാനം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒടുക്കം ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു വ്യക്തിയില്ല എന്ന് മനസ്സിലാക്കുന്ന അവസ്ഥയിൽ അത്തരം ഒരു തുടക്കമോ ഒരു ഒടുക്കമോ ഇല്ല. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ ഡെത്ത്ലെസ് കണ്ടീഷൻ അല്ലെങ്കിൽ ബർത്ത്ലെസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ജനനത്തിനും മരണത്തിനും അതീതമാകുന്ന ഒരു മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. അദ്ദേഹം അത് പറയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇത്രയും നാളും പല ജാതികളായി അല്ലെങ്കിൽ പല ജന്മങ്ങളായി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പരിപാടി ഞാൻ നിർത്തി. ആ വീട് കെട്ടൽ, എൻ്റെ ഉള്ളിൽ ഞാൻ ഭവനം നിർമ്മിക്കൽ പരിപാടി, അതായത് ഓരോ സമയത്തും വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെന്ന് പറയുന്ന ഒരു വീട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, അത് നിർത്തി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഞാൻ കൃത്യമായി പറയുന്നത് എന്തുകൊണ്ടാണ്? ജന്മം എന്നുള്ള വാക്കുകൊണ്ട് ബുദ്ധൻ ഉദ്ദേശിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കി തരാനാണ്.
നമ്മൾ ഓരോ മൊമെന്റിലും എടുക്കുന്ന നമ്മളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും കോമ്പിനേഷൻ കൊണ്ട് നമ്മൾ ഓരോ വ്യക്തികളായി മാറിക്കൊണ്ടിരിക്കുന്നതിനെയാണ് അദ്ദേഹം ജന്മം എടുക്കുക എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോ കേട്ടറിഞ്ഞിട്ടുള്ളത് പോലെ, അല്ലെങ്കിൽ ഈവൻ ബുദ്ധമതത്തിൽ തന്നെ ചിലർ പറയുന്നത് പോലെ, ഒരു സമയത്ത് ഞാൻ പട്ടിയായിരുന്നു, പിന്നെ അത് പൂച്ചയായി, പിന്നെ പാമ്പായി, പിന്നെ പഴുതാരയായി, പിന്നെ എലിയായി, പിന്നെ കാളയായി, പശുവായി, പിന്നെ മനുഷ്യനായി. ഇങ്ങനെയുള്ള അർത്ഥത്തിലല്ല അത് പറയുന്നത്. അങ്ങനെ ജന്മം എടുക്കുക എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ പോസിബിൾ അല്ല. അതിനാണ് ഞാൻ ആദ്യമേ മരണത്തിന് ശേഷമുള്ള അവസ്ഥ എന്താണെന്ന് ആദ്യമേ പറഞ്ഞത്. ഇങ്ങനെയാണ് ഏത് ജീവിയും മരിക്കുകയും മരണത്തിന് ശേഷം ഉണ്ടാകുന്ന അവസ്ഥയും വരുന്നത്. ഇത് ബാബാ സാഹേബ് അംബേദ്കർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. റീബർത്ത് ഓഫ് വാട്ട്, റീബർത്ത് ഓഫ് ഹും എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ, അതായത് ജന്മം, പുനർജന്മം എന്തിന്റെ അല്ലെങ്കിൽ ആരുടെ എന്നുള്ളത്. അതായത് പ്രപഞ്ചത്തിലേക്ക്, മൂലകങ്ങളിലേക്ക്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ കമ്പോണൻസിലേക്ക് തിരിച്ചു പോവുകയാണ് നമ്മൾ. അല്ലാതെ ഒരേ ആളിൽ നിന്ന് രണ്ടാമത് മറ്റൊരാൾ ജന്മം എടുക്കുന്നില്ല. നമ്മൾ എന്തൊക്കെയോ അബദ്ധങ്ങളാണ് നമ്മളെ മറ്റു മതങ്ങൾ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ബുദ്ധനും മനസ്സിലാക്കിയിരുന്നത് നമ്മളോട് പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് മഹായാനയിലൊക്കെ പറയുന്നത് പോലെയുള്ള തെറ്റായ സങ്കല്പങ്ങൾ ബുദ്ധൻ പറഞ്ഞതല്ല. അഭിധമ്മ പിടകത്തിനകത്ത് പറയുന്ന പോലുള്ള കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങളൊന്നും ബുദ്ധൻ അതിന് ഉത്തരവാദിയല്ല. അഭിധമ്മ പിടകത്തിനകത്ത് പോലും പറയുന്നത് ബുദ്ധൻ മരണശേഷം സ്വർഗത്തിൽ പോയി, അല്ലെങ്കിൽ ബ്രഹ്മലോകത്ത് പോയി, ദേവലോകത്ത് പോയി, അവിടെ തിരിച്ചു വന്നു. ഇതൊക്കെ വെറും സങ്കല്പങ്ങളാണ്. ഇതൊന്നും ബുദ്ധൻ പറഞ്ഞതല്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നത്, മനസ്സിലാകുന്നതും നമ്മുടെ പരമാർത്ഥവും നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥയും ശാസ്ത്രവും പ്രപഞ്ചത്തിനകത്ത് ആക്ച്വലി നടക്കുന്നതും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ ഇത്തരം തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കലുകളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ പറ്റുകയുള്ളൂ. അത് എല്ലാത്തിനകത്തും കടന്നുകൂടിയിട്ടുണ്ട്. ഈവൻ ബുദ്ധമതത്തിലുള്ള ആൾക്കാർ പോലും പുനർജന്മത്തിൽ വിശ്വസിക്കുന്നത് തെറ്റായ അർത്ഥത്തിൽ വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അതൊന്നും ബുദ്ധൻ പറഞ്ഞതല്ല. ബുദ്ധൻ പറഞ്ഞത് എപ്പോഴും പ്രപഞ്ചത്തിൽ എന്താണോ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതിനെ മാത്രം ആസ്പദമാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാനാണ് പറഞ്ഞത്. അതാണ് കലാമസൂത്രം എന്ന് പറയുന്ന സൂത്രത്തിനകത്ത് അദ്ദേഹം പറയുന്നത്. ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന മറ്റാരെങ്കിലും ഏതെങ്കിലും ഒരു കൃതിയിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞോ, നിങ്ങളൊരു കാര്യം വിശ്വസിക്കരുത്. സ്വയം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നിങ്ങളിത് പരീക്ഷിച്ചു നോക്കി, നിങ്ങളത് എങ്ങനെയാണ് നിങ്ങളുടെ ശരീരവും മനസ്സും പ്രവർത്തിക്കുന്നതെന്ന് പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് കിട്ടുന്ന അറിവിൽ മാത്രമേ നിങ്ങൾ വിശ്വസിക്കാവുള്ളൂ എന്ന് പറയുന്നതിന്റെ കാര്യം അതാണ്. അത് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ജന്മമെടുക്കുക എന്ന് പറയുന്നതിന് ബുദ്ധൻ ഉദ്ദേശിച്ചത് ഓരോ മൊമെന്റിലും പുതിയ പുതിയ വ്യക്തികളായി മാറുന്നു. അത് നമ്മൾ അറിയാതെ നമ്മൾ ഓരോന്നിനോട് ഇഷ്ടം അനിഷ്ടം കാണിക്കുമ്പോൾ നമ്മുടെ മനസ്സും മാറും, നമ്മുടെ ശരീരത്തിന്റെ കോമ്പസിഷനും മാറും. അപ്പൊ നമ്മൾക്ക് മറ്റൊരു വ്യക്തിയാവും. ബുദ്ധൻ അങ്ങനെ ഇഷ്ടവും അനിഷ്ടവും കാണിക്കാതിരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മനസ്സിന്റെയും അദ്ദേഹമായിട്ട് അദ്ദേഹത്തിന്റെ കോമ്പിനേഷൻ മാറ്റുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം പുതുതായിട്ട് ഓരോരോ വ്യക്തികളായി മാറുന്ന പരിപാടി നിർത്തുക. ഇതാണ് നിർവ്വാണാവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ബുദ്ധൻ കൃത്യമായി പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ഇതിനെപ്പറ്റി നമ്മളോട് പറഞ്ഞു തരുന്ന അദ്ദേഹത്തിന്റെ ബോധോദയത്തിന് ശേഷം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ അവസ്ഥയെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അദ്ദേഹം നമ്മളോട് ഈ വാചകങ്ങളിൽ നമ്മളോട് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു കാര്യം, അദ്ദേഹം ഈ ഒരു കോമ്പിനേഷൻ, അതായത് ഒരു വ്യക്തി, ഒരു മനസ്സ്, അല്ലെങ്കിൽ ഒരു ശരീര മനസ്സ് കോമ്പിനേഷൻ, അതിൽ നിന്ന് അടുത്ത മനസ്സ് ശരീരം കോമ്പിനേഷനിലെ ഇടയ്ക്കുള്ള കാര്യങ്ങളെ അദ്ദേഹം, ആ ഘട്ടങ്ങളെ അദ്ദേഹം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ജന്മം, അതായത് ഒരു മനസ്സിന്റെ ശരീരത്തിന്റെ കോമ്പിനേഷൻ, അതിനുശേഷം അടുത്തതിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു മനസ്സ് ശരീരം കോമ്പിനേഷൻ, ഇതിന് രണ്ടിനും ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയെ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ അടുക്കൽ. അതിന് പറയുന്ന പേരാണ് പതീച്ച സമുത്പാദ എന്ന് പാലി ഭാഷയിൽ പറയും, അല്ലെങ്കിൽ പ്രതീത്യ സമുത്പാദ എന്ന് സംസ്കൃതത്തിൽ പറയും, അല്ലെങ്കിൽ തിയറി ഓഫ് ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ. അതായത് ഒന്നിൽ നിന്ന് മറ്റൊന്നുണ്ടാവുന്നു, മറ്റൊന്നിൽ നിന്ന് അടുത്ത ഘട്ടം ഉണ്ടാവുന്നു, അടുത്ത ഘട്ടത്തിൽ നിന്ന് അതിന്റെ അടുത്ത ഘട്ടം ഉണ്ടാവുന്നു, അങ്ങനെ ഇതിലേക്ക് എത്തുന്നു. അപ്പം ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്കുള്ള സബായിട്ടുള്ള ഘട്ടങ്ങളെ കൂടെ അദ്ദേഹം നമ്മുടെ അടുക്കൽ പറഞ്ഞു തരുന്നുണ്ട്. അതായത് നമ്മൾ തന്നെ രണ്ട് മൊമെന്റിൽ രണ്ട് വ്യക്തികളാവുന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ള ആ ചെറിയ ചെറിയ ഘട്ടങ്ങളെ കൂടെ അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ അത് മറ്റൊരു ഒരു സൂക്തം പോലെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് അദ്ദേഹം അവിടെ പറയുന്നത്. അവിദ്യ പച്ചയ സംഖാര, സംഖാര പച്ചയ വിജ്ഞാനം,
വിജ്ഞാനം പച്ചയ നാമരൂപം, നാമരൂപ പച്ചയ സടായതനം, സടായതന പച്ചയ ഭസ്സോ, ഭസ്സ പച്ചയോ വേദന, വേദന പച്ചയോ തനഹ, തനഹ പച്ചയോ ഉപാദാനം, ഉപാദാനം പച്ചയോ ഭവ, ഭവ പച്ചയോ ജാതി, ജാതി പച്ചയോ ജര മരണം ശോക പരിദേവ ദുഃഖ ദുമനസ് ഉപായാസ സംഭവന്തി. ഏവമേതസ്സ കേവലസ്സ ദുഃഖഖണ്ഡസ്സ സമുദയോ ഹോതി. ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അതായത് അവിദ്യ, അതായത് നമുക്ക് അറിവില്ലായ്മ കൊണ്ട് ഓരോന്നിനോടും നമ്മൾ ഇഷ്ടവും അനിഷ്ടവും കാണിക്കും. അത് നമ്മുടെ മെന്റൽ ഹാബിറ്റായി മാറും. അതാണ് നമ്മളെപ്പറ്റി, നമ്മുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സെൻസേഷൻസ്, അനുഭൂതികളും നമ്മുടെ ശരീരവും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നറിയാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ഞാൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല, ഒരു സെൽഫ് എന്ന് പറയുന്നത് ഇല്ല എന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് നമ്മൾ ഓരോന്നിനോടും ഇഷ്ടമോ അനിഷ്ടമോ നമ്മൾ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ ഉള്ളിൽ ഒരു ശീലമായി മാറുന്നുണ്ട്. അതാണ് അറിവില്ലായ്മ നമ്മുടെ ഉള്ളിലെ മനസ്സിന്റെ ശീലങ്ങളെ ഉണ്ടാക്കുന്നു. അവിദ്യ പച്ചയ സംഖാര. അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യയില്ലായ്മ, വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യ, അവിദ്യ എന്ന് പറഞ്ഞാൽ വിദ്യയില്ലായ്മ, അറിവില്ലായ്മ. അവിദ്യ പച്ചയോ എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്ന് അതിനെ ഉണ്ടാക്കാൻ ഇടയാക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഉണ്ടാക്കുന്നു, അതിന് കാരണമാകുന്നു. അവിദ്യ പച്ചയ സംഖാര, നമ്മുടെ മെന്റൽ ഹാബിറ്റുകളെ അവിടെ ഫോം ചെയ്യുന്നു. സംഖാര പച്ചയ വിജ്ഞാന. ഈ ഇങ്ങനത്തെ ഈ പറയുന്ന ശീലങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോന്നിൻ്റെ അകത്തോട്ട് നമ്മൾ പോയിട്ട് ആ ഇന്ദ്രിയ ബോധം ഉണ്ടാക്കുന്നത്. കാണുന്നതിനകത്തോട്ട് ഉടനെ അതുമായിട്ട് നമ്മൾ ഉടനെ അതിനകത്തോട്ട് അട്രാക്റ്റഡ് ആവുന്നു, കേൾക്കുന്നതാണെങ്കിൽ അതിനകത്തോട്ട് അട്രാക്റ്റഡ് ആവുന്നു, മണക്കുന്നതിനാണ് അതിനകത്തോട്ട് അട്രാക്റ്റഡ് ആവുന്നു. ഓരോന്നോട് ഇഷ്ടം കാണിക്കുകയാണ്. കാരണം ശരീരത്തിൽ നല്ല അനുഭൂതികൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ്, അതിനോടൊക്കെ നമ്മൾ ഇഷ്ടം കാണിക്കുകയാണ്. അപ്പൊ അത് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തോട്ട് ഒട്ടുകയാണ്. അപ്പൊ ആ ഇന്ദ്രിയ ബോധം അവിടെ പ്രവർത്തിക്കുകയാണ്. അപ്പൊ സംഖാര പച്ചയ വിജ്ഞാന, കോഗ്നിഷൻ അവിടെ വർക്ക് ചെയ്യുന്നു. വിജ്ഞാന പച്ചയ നാമരൂപ, നാമരൂപ, അതായത് നാമവും രൂപവും കൂടെ കൂടിയ ഒരു കോമ്പിനേഷൻ അവിടെ ഫോം ചെയ്യുന്നു. ആദ്യത്തെ കോമ്പിനേഷൻ അവിടെ ആയി. അപ്പൊ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്ന ആദ്യത്തെ ജന്മം അവിടെ എടുത്തു. അടുത്തതിന് ശേഷം ആ ആദ്യത്തെ വ്യക്തി പിന്നെ അയാളുടെ ഇന്ദ്രിയങ്ങൾ പിന്നെയും വർക്ക് ചെയ്യുകയാണ്. അപ്പൊ എന്തൊക്കെ ഇന്ദ്രിയങ്ങളാണുള്ളത്? പഞ്ചേന്ദ്രിയങ്ങൾ പ്ലസ് നമ്മുടെ ചിന്ത, 6 ഇന്ദ്രിയങ്ങളാണ്. അങ്ങനെയാണ് ഷഡ് ആയതൻ, സടായതൻ എന്ന് പറയുന്നത് 6 ഇന്ദ്രിയങ്ങൾ എന്നാണ് അർത്ഥം. അപ്പൊ നാമരൂപം, അതായത് ആ കോമ്പിനേഷൻ, നാമവും രൂപമുള്ള കോമ്പിനേഷനുള്ള ഒരു വ്യക്തിയുടെ അപ്പോൾ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്, ഇന്ദ്രിയങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നാമവും രൂപവും ആ ഇന്ദ്രിയങ്ങൾക്ക് പെട്ടെന്ന് ആക്ടിവേഷൻ കൊടുക്കുന്നു. അപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് ഇനിയുള്ള യാത്രയാണ്. അപ്പൊ ഒരു വ്യക്തിയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക്, അടുത്ത വ്യക്തിയിലേക്ക്. അപ്പൊ നാമരൂപ പച്ചയ സടായതൻ, സടായതന പച്ചയ ഭസ്സോ. അതായത് ഈ 6 ഇന്ദ്രിയങ്ങളാണ് ആ ഓരോ ഇന്ദ്രിയങ്ങളുടെ സ്പർശനം അല്ലെങ്കിൽ അതുമായിട്ടുള്ള കോണ്ടാക്ട് ഉണ്ടാകും. ഇന്ദ്രിയങ്ങൾ ആക്ടിവേറ്റ് ആകുമ്പോഴാണ് കോണ്ടാക്ട് സംഭവിക്കുന്നത്. അതായത് കണ്ണാണെങ്കിൽ കണ്ണിന്റെ കോണ്ടാക്ട്, മൂക്കാണെങ്കിൽ മണത്തിന്റെ കോണ്ടാക്ട്, ചെവിയാണെങ്കിൽ ശബ്ദത്തിന്റെ കോണ്ടാക്ട്, നാവാണെങ്കിൽ രുചിയുടെ കോണ്ടാക്ട്, സ്പർശനമാണ് ത്വക്കാണെങ്കിൽ സ്പർശനത്തിന്റെ കോണ്ടാക്ട്, ചിന്തയാണെങ്കിൽ ചിന്തയുടെ കോണ്ടാക്ട്. ഇങ്ങനെ അതുമായിട്ട് കോണ്ടാക്ട് ഉണ്ടാക്കുന്നു. ഭസ്സ എന്ന് പറഞ്ഞ കോണ്ടാക്ട് അല്ലെങ്കിൽ സ്പർശം. ഭസ്സ പച്ചയ വേദന. അങ്ങനെ കോണ്ടാക്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൽ സെൻസേഷൻ ഉണ്ടാകുന്നത്. വേദന, സംവേദന. വേദന എന്ന് പറഞ്ഞാൽ പെയിൻ എന്നുള്ള അർത്ഥമല്ല, സംഭവിക്കുന്നത് എന്തും വേദനയാണ്. അത് സംവേദന എന്ന് നമുക്ക് പറയാം. പണ്ടത്തെ സമയത്ത് വേദന എന്ന് പറയുന്ന ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാത്തിനും വേദന എന്നാണ് പറയുന്നത്. സുഖകരമായ വേദന, അസുഖകരമായ വേദന എന്നാണ് പറയുന്നത്. സംവേദന. അപ്പോ ഭസ്സ പച്ചയ വേദന, വേദന പച്ചയ തനഹ. ഈ പറയുന്ന സെൻസേഷൻ ഉണ്ടാവുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ശരീരത്തിൽ അനുഭൂതി ഉണ്ടാകുന്നത് കൊണ്ടാണ് അതിലൂടെ തനഹ, തൃഷ്ണ, ഇഷ്ടം അല്ലെങ്കിൽ അനിഷ്ടം. നെഗറ്റീവ് ആയിട്ടുള്ള ഇഷ്ടമാണ് നമ്മൾ അനിഷ്ടം എന്ന് പറയുന്നത്. പോസിറ്റീവ് ഇഷ്ടത്തിന് നമ്മൾ ഇഷ്ടം എന്ന് പറയുന്നത്. അങ്ങനെ ഇഷ്ടവും അനിഷ്ടവും, ഒന്നിനോട് അട്രാക്ഷൻ, ഒന്നിനോട് അവേർഷൻ. അങ്ങനെ വേദന പച്ചയ തനഹ, തനഹ പച്ചയ ഉപാദാനം.
അങ്ങനെ ആ ഇഷ്ടവും അനിഷ്ടവും നമുക്ക് ഓരോന്നുമായിട്ടൊരു പെർമനന്റ് നമുക്ക് അറ്റാച്ച്മെന്റ് ഉണ്ടാക്കുകയാണ്. നമ്മൾ അത് സ്ഥിരമായിട്ട് ശീലിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ അകത്തെ ന്യൂറോൺസിൽ അതൊരു പാത്ത് സെറ്റ് ചെയ്യുകയാണ്. അതുമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്ന് അതുമായിട്ട് നമുക്കൊരു പെർമനന്റ് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് നെഗറ്റീവായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. അങ്ങനെ സ്ഥിരമായ ഒരു അറ്റാച്ച്മെന്റിന്റെ പാത്ത് അവിടെ സെറ്റ് ചെയ്യുന്നു. അതിനാണ് ഉപാദാനം എന്ന് പറയുന്നത്. ഉപാദാന പച്ചയോ ഭവ. അപ്പൊ അതോടുകൂടി അടുത്ത ഒരു കോമ്പിനേഷൻ ഫോം ചെയ്ത് കഴിഞ്ഞു. അടുത്ത ഒരു നാമരൂപ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഭവം അവിടെ ഭവിക്കുകയാണ്. നമ്മൾ അടുത്ത ഒരു വ്യക്തിയെ നമ്മൾ ഭവിക്കുകയാണ്. ആ ഭവിക്കുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് അതാണ് പുതിയ ഒരു ജാതി അല്ലെങ്കിൽ ജനനമാണ്. പുതിയൊരു വ്യക്തിയാകുന്നു. ആ വ്യക്തിയാകും. അതിനകത്ത് ജാതി എന്ന് പറയുന്നത് കാസ്റ്റ് എന്നുള്ള അർത്ഥമല്ല, ജനിക്കുക എന്നുള്ളതാണ്. ജാതി. ആ ജാതി പച്ചയോ ജര മരണം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയായി മാറുന്നു. ഈ പ്രോസസ്സിനകത്തൂടെ വരുന്നത് കൊണ്ടാണ് നമ്മൾക്ക് പ്രായമാകുന്നു, ജരയാകുന്നു, നരയാകുന്നു, മരണം സംഭവിക്കുന്നു എന്നൊക്കെയുള്ള ശോകങ്ങളും നമ്മുടെ പരിദേവനങ്ങളും ദുഃഖങ്ങളും മനസ്സിനകത്തുണ്ടാകുന്ന മറ്റ് അസ്വസ്ഥതകളും എല്ലാം ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഞാനെന്ന് പറയുന്ന ആ ഒരു തോന്നലിൽ നമ്മൾ ഒരിക്കലും മുക്തനാവുന്നില്ല. ഒരു മനസ്സിന്റെ ശരീരത്തിന്റെ കോമ്പിനേഷനിൽ നിന്ന് അടുത്ത മനസ്സിന്റെ ശരീരത്തിന്റെ കോമ്പിനേഷനിലേക്ക് നമ്മൾ മാറുകയാണ്. ഇതിങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളെന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന് നമുക്കൊരു തോന്നലേ വരുന്നില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ ഉണ്ടാവുന്ന നമ്മളെ പറ്റിയുള്ള മാറ്റങ്ങൾ വരുന്നത്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് വേദനാജനകമാണ്. കാരണം എനിക്ക് പ്രായമാകുന്നു, എനിക്ക് ജരയുണ്ടാകുന്നു, എനിക്ക് നരയുണ്ടാകുന്നു, എനിക്ക് അങ്ങനെ സംഭവിക്കുന്നു, എനിക്ക് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഞാൻ എന്ന് പറയുന്ന ഉള്ളത് കൊണ്ടാണ് എന്റെ ശരീരത്തിൽ ഉണ്ടാകുന്ന സൗന്ദര്യം കുറയുന്നതും ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നു. നമുക്ക് ജര വരുന്നു, നമുക്ക് നര വരുന്നു, നമുക്ക് ചുളി വരുന്നു, നമുക്ക് വാർദ്ധക്യം വരുന്നു. ഇതെല്ലാം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഏവമേതസ്സ കേവലസ്സ ദുഃഖ ഖണ്ഡസ്സ സമുദയോ ഹോതി. ഇങ്ങനെയാണ് കേവലമായി ഈ ദുഃഖഖണ്ഡങ്ങൾ, ഈ 5 ഖണ്ഡങ്ങൾ പിന്നെയും നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത്, ഇതിന്റെ കോമ്പിനേഷൻ. അപ്പൊ അതതിന്റെ പൂർണ്ണമായി ആ ഒരു നാമരൂപ അല്ലെങ്കിൽ ഒരു മൈൻഡ് ആൻഡ് ബോഡി കോമ്പിനേഷനിൽ നിന്ന് അടുത്ത മൈൻഡ് ആൻഡ് ബോഡി കോമ്പിനേഷൻ ഉണ്ടാകുന്നു ഈ പറയുന്ന ഘട്ടങ്ങളിലൂടെ. അതിനുശേഷം പിന്നെയും ഇതേ ഘട്ടങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് ഡിപ്പെൻഡന്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിപ്പെൻഡന്റ് എറൈസിങ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ഒറിജിനേഷൻ അല്ലെങ്കിൽ പ്രതീത്യ സമുത്പാദ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് പുറത്തു കിടക്കുന്നത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ തുടക്കം എവിടെയായിരുന്നു? അവിജ്ജ പച്ചയ സംഖാരയിലാണ് നമ്മൾ തുടങ്ങിയത്. അതായത് നമ്മളെ പറ്റിയുള്ള നമുക്കുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന സംഖാരകൾ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോ ആ തുടക്കം കറക്റ്റ് ആക്കിയാൽ ബാക്കിയെല്ലാം അതനുസരിച്ച് കറക്റ്റ് ആവും. അതാണ് രണ്ടാമത് പറയുന്ന ഭാഗം. അതായത് ആ ഒരു നമ്മുടെ ദുഃഖ സമുദയോ ഹോത്തി, ദുഃഖങ്ങൾ ഉണ്ടാകുന്ന ആ സൈക്കിളിനെ തിരിച്ച് റിവേഴ്സ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം പറഞ്ഞു തരും. ദുഃഖത്തിൽ നിന്ന് പുറത്ത് കിടക്കേണ്ടത് എങ്ങനെയാണ്. അതാണ് ഇപ്പൊ പറഞ്ഞ ഈ പറയുന്ന പ്രതീതി സമുത്പാദത്തിന്റെ റിവേഴ്സ് ഓർഡർ. അത് ഇങ്ങനെയാണ്: അവിജ്ജ ത്വവേവ അശേഷ വിരാഗ നിരോധ സംഖാര നിരോധോ. അതായത് അവിജ്ഞയെ അല്ലെങ്കിൽ ആ അറിവില്ലായ്മയെ പൂർണ്ണമായി നിശേഷമായി അതിനകത്തുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആ പ്രക്രിയ പൂർണ്ണമായി ഞാൻ നിരോധിച്ചു കഴിയുമ്പോൾ സംഖാര നിരോധോ, സംഖാര തനിയെ ഇല്ലാതാവുകയാണ്. അതിനുശേഷം സംഖാര നിരോധോ വിജ്ഞാന നിരോധോ. വിജ്ഞാനം നിരോധ നാമരൂപ നിരോധം. അപ്പൊ ഇനി എല്ലാം നിരോധമാണ്. മറ്റേതെല്ലാം പച്ചയാ എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം ഒന്നിനെ നിരോധിക്കും, അടുത്തത് നിരോധിക്കപ്പെടുന്നു. അതിൽ ഒന്നില്ലാതാവുമ്പോൾ അടുത്തത് ഇല്ലാതാവും. അപ്പൊ വിജ്ഞാന നിരോധ നാമരൂപ നിരോധം. നാമരൂപ നിരോധ സടായതന നിരോധം. സടായതന നിരോധ ഹസ്സ നിരോധം. ഹസ്സ നിരോധ വേദനാ നിരോധം. വേദന നിരോധ തനഹ നിരോധം. തനഹ നിരോധ ഉപാദാന നിരോധം. ഉപാദാന നിരോധ ഭവനിരോധം. ഭവനിരോധ ജാതി നിരോധം. ജാതി നിരോധ
ജര മരണം ശോക പരിദേവ് ദുഃഖ ദ്വമന സുപായാസ നിരുജ്ജന്തി. മറ്റൊരു സംഭവന്തിയാണ് നിരുജ്ജന്തി. ഇങ്ങനെയാണ് ഏവമേ തസ്സ കേവലസ്സ ദുഃഖ ഖണ്ഡസ്സ നിരോധോ ഹോതി. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഉള്ളില് ഈ പറയുന്ന ജന്മമെടുക്കൽ പ്രക്രിയ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം അവിടെ നമ്മളോട് പറയുന്നത്. അത് എന്താണോ ഒന്നുകൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അവിദ്യ, അതായത് നമ്മളെ പറ്റിയുള്ള അറിവില്ലായ്മ നമ്മൾ കളയുമ്പോൾ, അതായത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കി നമ്മളെ നിരീക്ഷിച്ച് നമ്മൾ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഈ ഓരോന്നിനോടും ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അനുഭൂതികളോട് ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്ന ആ സ്വഭാവം നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ആ കർമ്മ സംസ്കാര അല്ലെന്നുണ്ടെങ്കിൽ ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്ന ആ ശീലങ്ങളെ നമ്മൾ നിരോധിക്കുന്നു. അങ്ങനെ ആ ശീലങ്ങൾ നിരോധിക്കുമ്പോൾ സംഘാര നിരോധവും വിജ്ഞാന നിരോധം. അപ്പൊ പിന്നെ നമ്മൾ ഒന്നിനോടും നമ്മൾ ഈ ഇന്ദ്രിയ ബോധം ഒന്നിലേക്കും നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നില്ല. നമ്മൾ എല്ലാത്തിനും കാണുന്നത് മാത്രമേ ഉള്ളൂ, പക്ഷെ ഒന്നിനകത്തോട്ട് നമ്മൾ ഒട്ടിപ്പിടിക്കുന്നില്ല. വിജ്ഞാന നിരോധ നാമരൂപ നിരോധവും. അപ്പൊ വിജ്ഞാനം, നമ്മൾ ആ പറയുന്ന ഇന്ദ്രിയ ബോധത്തിനകത്തോട്ട് നമ്മൾ പോയി അതിനകത്തോട്ട് അട്രാക്റ്റഡ് ആയി പോകുന്ന ആ പരിപാടി നിർത്തിയതോടുകൂടി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ആദ്യത്തെ ആ ഒരു പുതിയ ഫോർമേഷൻ ഉണ്ടാക്കുന്ന പരിപാടി അവിടെ നിർത്തി. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന മാത്രമേ ഉള്ളൂ, നമ്മളായിട്ട് പോയി അതിനകത്തോട്ട് പോയി വീഴുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സും ശരീരത്തിന്റെ കോമ്പിനേഷൻ നമ്മൾ ഉണ്ടാക്കുന്നത് നിർത്തി. പിന്നെ എന്താ പ്രകൃതിയുടെ സൈക്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മളുള്ളിൽ നടക്കുന്നുള്ളൂ. അപ്പൊ നാമരൂപം, അതായത് നാമരൂപം എന്ന് പറയുന്നത് ഒരു ജനനമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിത്വമാണ്. നാമരൂപ നിരോധ സടായതന നിരോധവും. നാമരൂപങ്ങളെ ഉണ്ടാക്കുന്ന പരിപാടി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനത്തിനെ ഇന്ദ്രിയങ്ങൾ നമ്മൾ അറിയാതെ പ്രവർത്തിക്കുന്ന പരിപാടി അവിടെ നിർത്തി. നമുക്കറിയാം ഇന്ദ്രിയങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇന്ദ്രിയങ്ങൾ അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്ന പരിപാടി നിന്നു. സലായതന നിരോധ ഹസ്ത നിരോധം. അപ്പൊ എങ്ങനെയായി? ഈ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ ആക്ടിവേറ്റ് ആവാതിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ആ സ്പർശനം നമ്മൾ എടുക്കുന്നില്ല. ഭസ്സ നിരോധ വേദന നിരോധം. അപ്പോൾ ആ കോണ്ടാക്റ്റുകൾ നിരോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന പരിപാടി നിർത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സംവേദനകൾ പതുക്കെ നമ്മൾ നിർത്തുന്നു. നമ്മുടെ ശരീരം എപ്പോഴും സംവേദനാരഹിതമാവും. കഴിഞ്ഞാൽ നമ്മൾ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിനോടൊന്നും ആകർഷണം കാണിക്കുന്നില്ല. വേദന നിരോധ തനഹ നിരോധം. അപ്പൊ അങ്ങനെ സംവേദനകൾ നമ്മൾ ശരീരത്ത് അനിഷ്ടത്തിന്റെ സംവേദനകൾ ഉണ്ടാക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കൊന്നിനോടും അട്രാക്ഷൻ ഉണ്ടാവുന്നില്ല, ഇഷ്ടക്കേടും ഉണ്ടാവുന്നില്ല. തനഹ തൃഷ്ണ നിരോധിക്കുന്നു. തൃഷ്ണ നിരോധിക്കുന്നത് കൊണ്ട് തന്നെ തനഹ നിരോധ ഉപാദാന നിരോധം. അതുകൊണ്ട് തന്നെ അറ്റാച്ച്മെന്റുകളെല്ലാം ഒന്നൊന്നായിട്ട് ഇല്ലാതാവുന്നു. ഉപാദാന നിരോധ ഭവനിരോധം. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത നാമരൂപ കോമ്പിനേഷനായിട്ട് നമ്മൾ ഭവിക്കുന്നത്, അതായത് നമ്മൾ അടുത്ത വ്യക്തിയായി മാറുന്ന പരിപാടി അവിടെ നിൽക്കുന്നു. ഭവനിരോധ ജാതി നിരോധം. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു വ്യക്തിയായി മാറുന്നത് നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. ജാതി നിരോധ, അങ്ങനെ നമ്മളൊരു പുതിയ വ്യക്തിയായി മാറുന്ന ആ പരിപാടി നമ്മൾ അവിടെ നിർത്തുമ്പോൾ ജര മരണം ശോകം പരിദേവനം ദുഃഖം തുടങ്ങിയ മനസ്സിന്റെ ഗ്രീഫ് അല്ലെങ്കിൽ മനസ്സിന് ദുഃഖം വരുത്തുന്ന ആ പരിപാടികളെല്ലാം നിരുജ്ജന്തി. അങ്ങനത്തെ പരിപാടികളെല്ലാം നമ്മുടെ മനസ്സിൽ തനിയെ ഇല്ലാണ്ടാവുന്നു. അങ്ങനെയാണ് ഏവമേതസ്സ കേവലസ്സ ദുഃഖഖണ്ഡസ്സ നിരോധോ ഹോതി. അങ്ങനെ ഈ പറയുന്ന ദുഃഖഖണ്ഡങ്ങളെ, അതായത് 5 ഖണ്ഡങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ ദുഃഖങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ആ 5 ദുഃഖഖണ്ഡങ്ങളെ നമ്മളായിട്ട് എടുക്കുന്നില്ല, നമ്മൾ അതിൽ നിന്ന് മുക്തനാവുന്നു. നിരോധോ ഹോതി. അങ്ങനെയാണ് ദുഃഖത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിമുക്തനാവുന്നത്. ഇങ്ങനെയാണ് ബുദ്ധൻ പറയുന്നത്. അരിയ സത്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്, ദുഃഖത്തിന് കാരണമുണ്ട്, അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും, അതൊരു മാർഗമുണ്ടെന്ന് പറയും. അപ്പൊ അഷ്ടാംഗമാർഗം പൂർണ്ണമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ ജന്മമെടുക്കൽ പരിപാടി നമ്മൾ നിർത്തും. അത് എത്രത്തോളം പൂർണ്ണതയിൽ നമ്മൾ എത്തിക്കുന്നു അതനുസരിച്ച് നമ്മളുടെ മനസ്സിന്റെ ആ പൂർണ്ണത അല്ലെങ്കിൽ പൂർണ്ണ ബോധാവസ്ഥ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര കണ്ട് പൂർണ്ണത കുറയുമോ അതനുസരിച്ച് നമ്മുടെ മനസ്സിന്റെ ആ പൂർണ്ണ ബോധാവസ്ഥ നമുക്ക് കുറഞ്ഞിരിക്കുന്നു മാത്രം. അപ്പൊ കുറച്ച് ആബ്സെന്റ് മൈൻഡഡ് ആവും. പക്ഷെ പൂർണ്ണ ബോധാവസ്ഥ എത്തിയ ഒരാൾക്ക് അയാളെ ആബ്സെന്റ് മൈൻഡഡ് ആക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല.
കാരണം എല്ലാത്തിലേക്കും അയാൾക്ക് കൃത്യമായ ജാഗ്രതയുണ്ട്, പൂർണ്ണ ജാഗ്രതയുണ്ട്. ഇതാണ് അഷ്ടാംഗ മാർഗത്തിൽ അദ്ദേഹം അവസാനം നമ്മളോട് പറയുന്നത്. ഇങ്ങനെയാണ് ഈ ജന്മം എടുക്കുന്ന പരിപാടി അദ്ദേഹം നിർത്തി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ ഈ മഹായാന എന്ന് പറയുന്ന തെറ്റായ ഒരു സങ്കല്പം, ബുദ്ധൻ പറഞ്ഞ ഈ ജന്മം എന്ന് പറയുന്ന കാര്യങ്ങളെ വളച്ചൊടിച്ച് അവരുണ്ടാക്കിയ സങ്കല്പത്തിൽ കൂടെയാണ് ബുദ്ധമതത്തെ തകർക്കുന്നത്. അതായത് കേവലം ബുദ്ധമതത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധ ധമ്മത്തിന്റെ വിഹാരങ്ങളെയോ അല്ലെങ്കിൽ ഭിക്ഷുക്കളെ കൊന്നതുകൊണ്ട് മാത്രം അത് നശിക്കില്ല, അതിന്റെ ആശയങ്ങളെ കൂടെ മാറ്റിമറിച്ചു എന്നുള്ളതാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പൊ ഇതാണ് അദ്ദേഹം ദുഃഖത്തിന്റെ കാരണം, ദുഃഖത്തിന്റെ പരിഹാരം, അതിനുള്ള മാർഗം എന്ന രീതിയിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച അഷ്ടാംഗ മാർഗത്തിന്റെ പൂർണ്ണ രൂപം. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ പ്രതീതി സമുത്പാദം കൂടെ പറയുമ്പോഴാണ് അതിന്റെ പൂർണ്ണതയാവുന്നത്. അതുപോലെ തന്നെ ബുദ്ധൻ ബോധോദയം കിട്ടിക്കഴിഞ്ഞപ്പം അദ്ദേഹം ആദ്യമായി പറഞ്ഞ ആ വാക്കുകൾക്കും എന്തുകൊണ്ടാണ് അത് പ്രസക്തി ഉള്ളത്, ഞാൻ ഇത്രയും നാളും ജന്മം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ആ പരിപാടി ഞാൻ നിർത്തി, എനിക്ക് നിർവ്വാണാവസ്ഥ എത്തി, ഞാനിപ്പോ ബുദ്ധനാണ്, എനിക്ക് പേരിട്ട് നിങ്ങൾ വിളിക്കരുത്. കാരണം അന്ന് അദ്ദേഹം പറയാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ, ആ 5 ഭിക്ഷുക്കൾ അദ്ദേഹം വിളിക്കുന്നത് സിദ്ധാർത്ഥ എന്ന് വിളിക്കാമ്പോ അല്ലെങ്കിൽ ഗൗതമ എന്ന് വിളിക്കുമ്പോ അദ്ദേഹം പറഞ്ഞത് എന്നെ ആ പേര് വിളിക്കണ്ട എന്നാണ് പറയുന്നത്. കാരണം ആ പേരിന് അർത്ഥമില്ല. കാരണം ഞാൻ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമായി. ഞാനത് കണ്ട് മനസ്സിലാക്കി, ഞാൻ സ്വയം ഉള്ളിൽ കണ്ട് മനസ്സിലാക്കി. അപ്പോ നിങ്ങളിപ്പോ ഒരു പേരിട്ട് വിളിച്ചാൽ അടുത്ത മൊമെന്റ് ഞാൻ മാറിക്കഴിയും. പക്ഷെ ആ ഒരു പരിപാടി ഇപ്പൊ ഇനി ഇല്ല. ഞാനിപ്പോ ബോധാവസ്ഥയിലാണ്. എനിക്കിനി ആ പേരിടുന്ന നാമത്തിന്റെ രൂപത്തിന്റെ കോമ്പിനേഷൻ ഇടുന്ന പരിപാടി ഇനി വേണ്ട. എനിക്കിപ്പോ പറയാൻ പറ്റുന്നത് ശരീരം മനസ്സും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനെ പൂർണ്ണ ബോധാവസ്ഥയിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരു ബോധാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു പ്രതിഭാസം. അതുകൊണ്ട് തന്നെ ബുദ്ധൻ എന്ന് വിളിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ബ്രാഹ്മണൻ അദ്ദേഹത്തോട് കയർക്കുകയും അദ്ദേഹത്തിന്റെ മുഖത്ത് തുപ്പുകയും ചെയ്യുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തോടും പറയുന്ന ഇതാണ്, നിങ്ങൾ ഇന്നലെ തുപ്പിയ ആൾ, അതായത് പിറ്റേ ദിവസം ബ്രാഹ്മണൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കാൻ വരുമ്പോ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ അതിനെപ്പറ്റി പറയണ്ട, ഇന്നലത്തെ ആൾ ഇന്നില്ല, മരിച്ചുപോയി, മാറിപ്പോയി, അയാളുടെ ശരീരത്തിന്റെ കോമ്പിനേഷൻസ് എല്ലാം മാറിക്കഴിഞ്ഞു, അങ്ങനെ ഒരു വ്യക്തി ഇപ്പൊ ഇല്ല, ഒരു പുഴ മാറുന്നതുപോലെ മാറിക്കൊണ്ടിരിക്കും. കാരണം അദ്ദേഹത്തിന്റെ ബോധാവസ്ഥയിൽ നിന്ന് ഇതെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹം അപ്പൊ ഒരു വ്യക്തി ഇല്ല, അദ്ദേഹത്തിന് സെൽഫ് എന്ന് പറയുന്ന സംഗതി ഇല്ല. അങ്ങനെ ആ സെൽഫ് എന്ന് പറയുന്ന ഒരു തോന്നലേ ഇല്ലാതെ വരുമ്പോൾ മരണത്തെ പറ്റി ഒരിക്കലും അദ്ദേഹത്തിന് ഭയം ഉണ്ടാവുന്നില്ല. നമ്മളെന്ന് പറയുന്ന ഒരാൾ ഉള്ളപ്പോഴാണ്, ഞാൻ എന്ന് പറയുന്ന ഒന്ന് തോന്നുമ്പോഴാണ് അയ്യോ ഞാൻ ഇല്ലാതാകുമ്പോ എന്ത് സംഭവിക്കുന്നുള്ള പേടി വരുന്നത്. അദ്ദേഹത്തിന് ആ പേടിയില്ല. അദ്ദേഹത്തിന്റെ അഹം എന്ന് പറയുന്ന തോന്നൽ കംപ്ലീറ്റ് പോയി. പ്രകൃതിയുടെ വർക്കിംഗ് പാറ്റേൺസ് മാത്രമാണ് എന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് അദ്ദേഹം അരഹന്താവുന്നത്. അഹം എന്ന് പറയുന്ന അവസ്ഥയില്ലാത്ത അരഹത് അല്ലെങ്കിൽ അരഹതൻ അല്ലെങ്കിൽ അരഹന്ത് എന്ന് പറയുന്നത്, അഹന്ത ഇല്ലാത്തവൻ, അഹം എന്ന് പറയുന്ന തോന്നലില്ലാത്തവൻ, അല്ലെങ്കിൽ അഹം എന്ന് പറയുന്ന ഒരു ബോധമില്ലാത്തവൻ, അരഹതൻ എന്ന് പറയുന്നത്. നമ്മൾ പറയുമ്പോൾ നമോ തസ്സ ഭഗവതോ അരഹതോ സമ്മ സംബുദ്ധസ എന്നാ പറയുന്നത്. നമോ, ഞാൻ നിങ്ങളെ നമിക്കുന്നു, തസ്സ നിന്നെ, തുസി അല്ലെങ്കിൽ തുജേ, ഭഗവതോ ഭംഗം വരുത്തിയാണ്. എന്തിന്റെ ഭംഗം വരുത്തി? ഞാൻ എന്ന് പറയുന്ന തോന്നലിന് ഭംഗം വരുത്തി. ഓരോന്നിനോട് ഇഷ്ടം കാണിക്കുന്ന രാഗത്തെ അല്ലെങ്കിൽ രാഗം, അനുരാഗം അല്ലെങ്കിൽ ഇഷ്ടം എന്നുള്ളതിനെ ഭംഗം വരുത്തി. ദ്വേഷത്തിനെ ഇഷ്ടം, അതായത് ഇഷ്ടക്കേടിനെ വരെ ഭംഗം വരുത്തി. രാഗം, ദ്വേഷം, മോഹം എന്ന് പറഞ്ഞ സെൽഫ് എന്ന് പറയുന്ന ഉള്ളിലൊരു ഞാൻ ഉണ്ടെന്നുള്ള ആ ഒരു തോന്നൽ, ഒരു ഇല്യൂഷൻ, അതിനെ അദ്ദേഹം ഭംഗം വരുത്തി. കാരണം ഇതെല്ലാം ആ അറിവിൽ നിന്ന് കിട്ടുന്നതാണ്. ഞാൻ എന്നെ ഒബ്സർവ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ പറയുന്ന തിരിച്ചറിവുകളെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇഷ്ടം, അനിഷ്ടം, ഞാൻ എന്ന് പറയുന്ന തോന്നൽ, ഇതെല്ലാം അദ്ദേഹം ഭംഗം വരുത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഭഗവാൻ എന്ന് വിളിക്കുന്നത്. നമോ തസ്സ ഭഗവതോ അരഹതോ, അഹം എന്ന് പറയുന്ന തോന്നലില്ലാത്തയാളെ, അല്ലെങ്കിൽ അരഹം എന്ന് പറയുന്ന ആ തോന്നലിൽ നിന്ന് മുക്തനായവനെ, സമ്മാ സംബുദ്ധസ, ഫുള്ളി കോൺഷ്യസ് ആയ, ഫുള്ളി പ്രസന്റ് ആയ, ഫുള്ളി പ്യൂരിഫൈഡ് ആയിട്ടുള്ള, ഇനി ഒരിക്കലും ആബ്സെന്റ് മൈൻഡഡ് ആവാത്ത ഒരു വ്യക്തിയായി അദ്ദേഹം മാറി. നമ്മളൊക്കെ ഇപ്പോഴും ആബ്സെന്റ് മൈൻഡഡ് ആണ്. കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ചിന്തയെ കൂടെ നമ്മളെ വലിച്ചുകൊണ്ട് പോകും. എന്തുകൊണ്ടാണ് ഒരു ചിന്ത നമ്മളെ വലിച്ചുകൊണ്ട് പോകുന്നത്? ഒന്നുകിൽ നമുക്ക് ആ ചിന്തയായിട്ട് ഇഷ്ടമോ അല്ലെങ്കിൽ അനിഷ്ടമോ ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മളെ ചിന്തയിലേക്ക് പെട്ടുപോകുന്നത്. അദ്ദേഹത്തിന് അതില്ല. അദ്ദേഹത്തിന്റെ മനസ്സിനെ ശുദ്ധീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ പറയുന്ന വാചകത്തിന്റെ അർത്ഥം പോലും അതാണ്. നമോ തസ്സ ഭഗവതോ അർഹതോ സമ്മ സംബുദ്ധസ്സ. അപ്പൊ ഇങ്ങനെയാണ്
നമ്മളെ സ്വയം നമ്മൾ പഠിച്ച് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കി നമ്മൾ നമ്മളെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകളിൽ നിന്ന് നമ്മൾ പൂർണ്ണമായ സ്വതന്ത്രനാവും. ഇതിനെയാണ് പണ്ടുള്ളവർ പറയുന്നത് നോ ദൈ സെൽഫ്. നീ നിന്റെ സെൽഫിനെ മനസ്സിലാക്കുക, നീ നിന്നെ മനസ്സിലാക്കുക. ആൻഡ് ദ ട്രൂത്ത് ഷാൽ മേക്ക് യു ഫ്രീ. നിന്നെപ്പറ്റിയുള്ള സത്യം, നിന്നെപ്പറ്റിയുള്ള സത്ത, നിന്നെപ്പറ്റിയുള്ള യഥാർത്ഥ നേച്ചർ, ട്രൂ നേച്ചർ, നിന്റെ യഥാർത്ഥ പ്രകൃതം എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നീ സ്വതന്ത്രനാകുമെന്ന് പറയുന്നു. അപ്പൊ ഇതാണ് അഷ്ടാംഗമാർഗത്തിന്റെ പൂർണ്ണരൂപം, ഇതാണ് ബൗദ്ധ ദർശനത്തിന്റെ പൂർണ്ണരൂപം. അപ്പൊ ഇനി തെറ്റിദ്ധാരണകളോ ജന്മം, പുനർജന്മം, കർമ്മം തുടങ്ങിയ തെറ്റിദ്ധാരണകളെ പറ്റി ഒന്നും ഇനി നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. അതെല്ലാം തെറ്റായ ധാരണകളാണ്. ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിനെ നമ്മൾ ശുദ്ധീകരിച്ചതിന് ശേഷം നമ്മുടെ മനസ്സിനകത്ത് കുറച്ച് നല്ല സദ്ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഉണ്ട്. അതിനെയാണ് നമ്മൾ ദശ പാരമിത ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഈ പാരമിതം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്യത്തിലേക്ക് എത്തിക്കേണ്ട ഗുണങ്ങളാണ്. അതായത് അത് നമ്മളെപ്പോഴും ലക്ഷ്യങ്ങളാക്കി നമ്മൾ വെക്കേണ്ടതാണ്. ആ ഗുണങ്ങളുടെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ ബുദ്ധന്റെ ഞാൻ പറഞ്ഞ ആദ്യത്തെ എപ്പിസോഡിനകത്ത് ഞാൻ പറയുന്നുണ്ട്, എന്താണ് അത് താങ്കളുടെ ധമ്മം എന്താണെന്ന് ഒരാൾ ഏറ്റവും ഒടുവിൽ ബുദ്ധൻ മരിക്കാറാവുന്ന സമയത്ത് വന്ന് ഒരാൾ ചോദിക്കുന്നുണ്ട്. അപ്പം വളരെ ക്ഷീണിതനായിട്ട് കിടക്കുന്ന അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് പറഞ്ഞ് മറ്റു ശിഷ്യന്മാർ ആ വന്നയാളെ ഓടിച്ചുവിടാൻ നോക്കുമ്പോഴത്തേക്ക് ബുദ്ധൻ അവിടെ നിന്ന് കേട്ടിട്ട് പറയുന്നുണ്ട്, ഇല്ല, അയാളെ അവസാന സമയത്താണെങ്കിലും ധമ്മം എന്താണെന്ന് പഠിക്കാൻ വരുന്ന ഒരാളെ നിങ്ങൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തേണ്ട, അദ്ദേഹത്തെ എൻ്റെ അടുക്കിലേക്ക് വിടുക എന്ന് പറയുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഗുരു, ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് അങ്ങയുടെ ധമ്മം എന്തെന്ന് ഒന്ന് പറഞ്ഞുതരാമോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതമ ബുദ്ധൻ പറയുന്നത് ഇതാണ്: സബ്ബ പാപസ അകരണം, അതായത് എല്ലാ പാപങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക. കുശലസ ഉപസമ്പദ, കുശലമായ കാര്യങ്ങളിൽ, ഹോൾസം ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക, അതുമായിട്ട് അടുത്ത് നിൽക്കുക. ഉപസമ്പദ. സചിത്ത പരിയോധവനം, നിങ്ങളുടെ ചിത്തത്തെ പരിശുദ്ധമാക്കുക. ഓരോന്നോരോന്നായിട്ട് നിങ്ങളുടെ മനസ്സിനകത്തെ ആ ശീലങ്ങളെ, ഇഷ്ടവും അനിഷ്ടവും കാണിക്കുന്ന ശീലങ്ങളെ, അതായത് മനസ്സിനെ ചാഞ്ചാടിക്കുന്ന ശീലങ്ങളെ നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക. അതിനെ അലിയിച്ചലിയിച്ച് കളഞ്ഞ് പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കുക, ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് എല്ലാ ബൗദ്ധന്മാരുടെയും, ഏതങ്ങ് ബുദ്ധാന ശാസനം, എല്ലാ ബൗദ്ധരുടെയും, അതായത് മുമ്പുണ്ടായിരുന്ന പൂർവ്വ ബുദ്ധന്മാരുടെയും ശാസനത്തിന്റെ ചുരുക്കം ഇതാണ്. ഇത് 4 വരിയിൽ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് തന്നെയാണ് ബാബാ സാഹബ് മറ്റൊരു രീതിയിൽ പറയുന്നത്, ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഹ്യൂമൻ എക്സിസ്റ്റൻസ്. അതെന്താണ്? കൾട്ടിവേഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡാണ്. അതായത് മനുഷ്യന്റെ മനസ്സിനെ കൾട്ടിവേറ്റ് ചെയ്ത് സംസ്കരിച്ച് എടുക്കുകയാണ്. അതിനകത്ത് നല്ല ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മുടെ മനുഷ്യന്റെ എക്സിസ്റ്റൻസിന്റെ, അവന്റെ അസ്തിത്വത്തിന്റെ ഉദ്ദേശം തന്നെ അതാണ്. അപ്പൊ ഏതൊക്കെ ഗുണങ്ങളെയാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യേണ്ടത്, നമ്മുടെ ഉള്ളിൽ കൾട്ടിവേറ്റ് ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ ഉള്ളിൽ നമ്മൾ എന്താ പറയുക, അതിനെ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഏതൊക്കെയാണ്? അതിന് 10 ഗുണങ്ങളാണ് പറയുന്നത്. അത് ബാബാ സാഹിബിന്റെ പ്രതിജ്ഞ 22 പ്രതിജ്ഞകൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ദശ പാരമിത ഗുണങ്ങളെ ഞാൻ എന്നിൽ വളർത്തിയെടുക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു ഭാഗം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. കാര്യം നമ്മളും മറ്റുള്ളവരും കൂടെ ബന്ധപ്പെട്ട് തന്നെയാണ് നമ്മൾ ഓരോന്നും ഉണ്ടാക്കുന്നത്. നമുക്ക് തനിയെ ഈ ലോകത്തൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. പ്രപഞ്ചം കൂടിയിട്ടാണ് ചെടികള്, പൂക്കള്, പഴങ്ങള്, കായ്കനികള്, ധാന്യങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രകൃതി തരുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ പ്രവർത്തനത്തിന്റെ ഫലങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും മറ്റുള്ളവരുടെയും കൂടെ പ്രവർത്തനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒക്കെ അത് നമ്മുടെ മാത്രം കഴിവുകളല്ല. നമ്മളൊരു വ്യവസായം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റോ മെറ്റീരിയൽസ് നമുക്ക് തരുന്ന ആൾക്കാർ നമുക്ക് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും കൂടെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും വികസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്നതിനകത്ത് ഒരു ഭാഗം നമ്മൾ പേ ബാക്ക് ചെയ്യണം, സൊസൈറ്റിക്ക് തിരിച്ചു കൊടുക്കണം. അവസാനം നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ 5%, അതായത്
20% നമുക്ക് നമ്മുടെ സമൂഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മൾ ദാനം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടാവുന്നതാണ്. നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളെ സഹായിച്ചു കഴിയുമ്പോൾ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറയുന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മളുണ്ടാവും. അത് നമ്മുടെ മൊത്തത്തിലുള്ള നമ്മുടെ മനസ്സിന്റെ പോസിറ്റിവിറ്റിയെ ബാധിക്കും. അത് നമ്മുടെ പ്രവർത്തനത്തെ കൂടുതൽ എന്താ പറയുക, നമ്മളുടെ കഴിവിനെയും നമ്മുടെ പ്രവർത്തനത്തിനെയും കൂടുതൽ ബെറ്റർ ആക്കും. അപ്പൊ നമുക്ക് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും, നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ദാനം എന്ന് പറയുന്ന ഒരു ശീലം നമ്മൾ ശീലമാക്കണം. നമുക്ക് കിട്ടുമ്പോൾ എന്തായാലും അതിൽ നിന്നൊരു ഭാഗം നമ്മൾ കൊടുക്കാനും കൂടെ നമ്മൾ ശീലിക്കണം. എല്ലാം എനിക്ക് വേണ്ടി മാത്രമായിട്ട് വെട്ടിപ്പിടിക്കുന്ന ഒരാൾക്ക് എപ്പോഴും ടെൻഷൻ ആയിരിക്കും. അയാളുടെ മനസ്സൊരിക്കലും പോസിറ്റീവ് ആയിരിക്കത്തില്ല. അയാൾക്ക് ഇല്ല 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 എന്നുള്ള തോന്നലാണ് അയാൾ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ തോന്നൽ തന്നെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ്, അയാൾക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. അസം മറ്റൊരാൾക്കൂടെ കൊടുക്കുമ്പോൾ മറ്റൊരാളുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാകും, മറ്റൊരാളെ സഹായിക്കാൻ എനിക്ക് പറ്റിയെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റിവിറ്റിയാണ് ഉണ്ടാകും. ഇത് നമ്മുടെ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും അത് പോസിറ്റീവായിട്ട് ഗുണകരമായിട്ട് നമുക്കത് ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ദാനം എന്ന് പറയുന്നത് അങ്ങനെയാണ്. നമ്മൾ ഭിക്ഷുക്കൾ അങ്ങനെയാണ്. നമ്മൾ ഭിക്ഷുക്കൾ ആ ദാനം സ്വീകരിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അവർ സ്വീകരിക്കുമ്പോൾ അവർ നമുക്ക് തിരിച്ച അറിവാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അവർ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ദാനമാണ് ഫസ്റ്റ്, അല്ലെങ്കിൽ ജനറോസിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. അതാണ് ഒരു ആദ്യത്തെ പാരമിത ഗുണം. രണ്ടാമത് ശീലം, മൊറാലിറ്റി. പഞ്ചശീലങ്ങൾ അനുസരിച്ച് തന്നെ ജീവിക്കണം. ഒന്ന് ഇഷ്ടം എടുക്കുക. പഞ്ചശീലങ്ങൾ എന്താണെന്ന് പഠിക്കുക. അത് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, അത് നമുക്ക് ഗുണകരമാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയും. അത് നമ്മൾ നേരത്തെ ക്ലാസ് ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സെഷനകത്ത് ഞാനത് പറയുന്നുണ്ട്. ശീലത്തിന്റെ പ്രധാനപ്പെട്ട ഗുണം എന്തുകൊണ്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുമ്പോഴാണെങ്കിലും അതിനേക്കാൾ മുമ്പിൽ അതിന്റെ ഗുണഭോക്താവാകുന്നത് നമ്മൾ തന്നെയാണ്. ഒരാളോട് നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ ആദ്യം അതിന്റെ ദോഷം അനുഭവിക്കുന്നത് നമ്മൾ. അതിന് ശേഷമാണ് മറ്റൊരാൾക്ക് നമ്മൾ ദേഷ്യം നമ്മൾ പുറത്തേക്ക് വിടുന്നുള്ളൂ. ആദ്യം അതിന്റെ പ്രകമ്പനങ്ങളും അതിന്റെ റോങ് ആയിട്ടുള്ള അതിന്റെ അസുഖകരമായ ഫീലിങ്സ് എല്ലാം നമ്മൾ ചുമന്ന് കിട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ശീലം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട്. അത് നമ്മൾ അഷ്ടാംഗമാർഗം നമ്മൾ ശീലിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് തന്നെയാണ് മറ്റ് പല ഗുരുക്കന്മാരും യേശുക്രിസ്തു അടക്കം പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതുപോലെ നിങ്ങൾ തിരിച്ച് മറ്റുള്ളവരോട് പെരുമാറുക. മൊറാലിറ്റി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം തന്നെ അങ്ങനെയാണ്. ബുദ്ധമതത്തിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ ധമ്മത്തിനകത്ത് പറയുന്നതാണ്, നിനക്കോ മറ്റുള്ളവർക്കോ അവർക്ക് തെറ്റായ ഒരു അനുഭൂതി, തെറ്റായ ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു കാര്യം നീ ചെയ്യാതിരിക്കുക. വളരെ സിമ്പിളാണ്. ഒറ്റ വാചകത്തിൽ പൂർണ്ണമായി ധാർമ്മികതയുടെ അടിസ്ഥാനം അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. നീ മറ്റൊരാളെ നിന്ന് കവർന്നെടുക്കുമ്പം, അല്ലെങ്കിൽ നിന്റെ ഒരാൾ കവർന്നെടുക്കുമ്പോൾ നിനക്ക് വേദന ഉണ്ടാകുമ്പോൾ നീ അത് മറ്റൊരാളും ചെയ്യാൻ പാടില്ല. മോഷണം ചെയ്യാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നതിനകത്തെ അടിസ്ഥാന ധാർമ്മികത ഇതാണ്. അപ്പൊ അതുകൊണ്ട് മൊറാലിറ്റി, ശീലങ്ങളെ വളർത്തിയെടുക്കുക, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് നിഖമ്മ, റിനൗൺസിയേഷൻ, അല്ലെങ്കിൽ എല്ലാമായിട്ടും ഇങ്ങനെ ആർത്തിയിലേക്ക് അതിലേക്ക് ചെന്ന് അത് മുഴുകാതെ, അല്ലെങ്കിൽ അതിനകത്ത് അഡിക്റ്റ് ആവാതെ എല്ലാവുമായിട്ടും അതിനെ സമഭാവനയോട് കാണും. കാരണം ഒന്നും ശാശ്വതമല്ല. ഒരു കാര്യവും നമുക്ക് തരുന്ന സന്തോഷം അത് അധികം നേരം നിലനിൽക്കത്തില്ല ശരീരത്തിൽ. നമ്മൾ പക്ഷെ ആ വികാരം, ആ ഫീലിംഗ് പിന്നെയും വേണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ അഡിക്ഷനിലേക്ക് പോകുന്നത്. അതിന് അത്രയ്ക്കുള്ള അർത്ഥമേ ഉള്ളൂ. അതിന് കൂടുതൽ നേരത്തേക്കുള്ള നിലനിൽപ്പില്ല. ആ സുഖത്തിന്റെ പിന്നാലെ പായരുത് എന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു സമമായ ഒരു അവസ്ഥ വരും. ഒരു ബാലൻസ്ഡ് ആയിട്ട് ഒരു വ്യൂ പോയിന്റ് വരും, ഒരു വീക്ഷണം വരും. അങ്ങനെ എല്ലാമായിട്ടും ഒരു അകലത്തിൽ ഡിറ്റാച്ച്മെന്റ് പതുക്കെ ഡെവലപ്പ് ചെയ്യുക മനസ്സുകൊണ്ട്. ഒന്നുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോഴാണ് ആ കാര്യങ്ങൾ മാറുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകും. അപ്പൊ എല്ലാമായിട്ടും പതുക്കെ നമ്മൾ ക്രമമായിട്ടൊരു ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. നിഖമ്മ, അതാണ് റിനൗൺസിയേഷൻ, അല്ലെങ്കിൽ ഡിറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കുക. എല്ലാം വേണം, ആവശ്യത്തിന് വേണം, പക്ഷെ ഒന്നിനകത്തോട്ടും അത്യാർത്തി കാണിക്കരുത്. അതുപോലെ തന്നെ പഞ്ഞ, അല്ലെങ്കിൽ പ്രജ്ഞ, അല്ലെങ്കിൽ വിസ്ഡം, അത് വളർത്തിയെടുക്കുക. എന്താണ് പ്രജ്ഞ? നമ്മുടെ ശരീരത്ത് നമുക്ക് അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രത്യക്ഷ ജ്ഞാനം, അതായത് ശരീരത്തിൽ ഉണ്ടാകുന്ന സെൻസേഷൻസ്, ഇപ്പോൾ എന്താണ് ഉണ്ടാവുന്നത്, എവിടെയാണ്, എന്ത് അനുഭൂതിയാണ് ഉണ്ടാവുന്നത്, അത് ഏതുവരെ എത്തി, അത് അതിന്റെ പാരമ്യത്തിൽ എത്തി, പതുക്കെ അത് പോകുന്നു. എനിക്കിപ്പോൾ ദേഷ്യം വരുന്നു, അല്ലെങ്കിൽ എനിക്കിപ്പോൾ സങ്കടം വരുന്നു, അല്ലെങ്കിൽ എനിക്കിപ്പോൾ നിരാശ വരുന്നു, എൻ്റെ ശരീരത്തിൽ ഒരു പെയിൻ വരുന്നു, എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കണം. എൻ്റെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ചെറിയ മൈന്യൂട്ട് മാറ്റങ്ങളെ എനിക്ക് അറിയാൻ പറ്റുന്ന ഒരു ബോധം ഞാൻ ഡെവലപ്പ് ചെയ്യണം.
അത് അഷ്ടാംഗമാർഗം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക്, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് കൈവരുന്ന ഒരു കഴിവാണ്, തന്നെ വന്നോളൂ. അതാണ് പ്രജ്ഞ. അത് നാലാമത്തെ പാരമത ഗുണമാണ്. അതുപോലെ വീര്യം, എഫേർട്ട്. എന്ത് ചെയ്യുമ്പോഴും അത് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ചെയ്ത് അതിൻ്റെ അവസാനം വരെ അത് ചെയ്യുമെന്ന് പറയുന്ന ഒരു ചെയ്യാനുള്ള, ഇടയ്ക്ക് വെച്ചത് ഉപേക്ഷിക്കാതെ ചെയ്യാനുള്ള ഒരു മനസ്ഥിതി, അധ്വാനം ചെയ്യാനുള്ള ഒരു എഫേർട്ട് എടുക്കാനുള്ള ഒരു ഇത്, അത് നമുക്ക് വേണം. അതുപോലെ തന്നെ ഖാന്തി അല്ലെങ്കിൽ പേഷ്യൻസ്, ആ ക്ഷമ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. എന്ത് ചെയ്യുമ്പം ക്ഷമാപൂർവ്വം നമ്മൾ അവസാനം വരെ അതിൻ്റെ പരിണിത ഫലം വരുന്നിടം വരെ ക്ഷമാപൂർവ്വം നിൽക്കാനുള്ള മനസ്സിനൊരു പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യണം. ഇത് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനുള്ള ആവശ്യമായിട്ടുള്ള ഒരു ഗുണമാണ്. ഈ പറയുന്ന 10 ഗുണങ്ങളും നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഗുണങ്ങളാണ്. അതിനുശേഷമുള്ളത് സച്ച അല്ലെങ്കിൽ സത്യാവസ്ഥ, സത്യസന്ധത, ട്രൂത്ത്ഫുൾനെസ്. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും സത്യമായിരിക്കും. നമ്മുടെ ഉള്ളിലെ മനസ്സും നമ്മുടെ മനസാക്ഷിയാണ് നമ്മൾ ഒരിക്കലും മൽപ്പിടുത്തത്തിൽ ഏർപ്പെടരുത്. മനസാക്ഷിക്ക് അറിയാൻ സത്യം എന്താണെന്ന്, നമ്മൾ പുറത്ത് മറ്റൊന്ന് പറയാം. അത് നമ്മൾ ശീലങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. മൂന്നാമത്തെ ശീല എന്ന് പറയുന്ന കാര്യം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ സത്യസന്ധത ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡെവലപ്പ് ആവും, ട്രൂത്ത്ഫുൾനെസ്. പിന്നെ അധിഷ്ഠാന എന്ന് പറയുന്നത് ഡിറ്റർമിനേഷനാണ്. എഫേർട്ടിന്, കഠിനാധ്വാനത്തിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ഡിറ്റർമിനേഷൻ. അതായത് എന്താ പറയുക, ദൃഢനിശ്ചയം. ഞാൻ ഒരിക്കലും ഒരു കാര്യത്തെ ഇടയ്ക്ക് വെച്ച് ഞാൻ തുടങ്ങിയിട്ട് ഞാൻ അത് അവസാനിപ്പിക്കില്ല, ഞാൻ ചെയ്യും. അതിന്റെ അവസാനം കാണുന്നിടം വരെ ഞാൻ ചെയ്യും. ഇടയ്ക്ക് വിട്ട് നിരാശനായിട്ട് പുറകോട്ട് പിൻവാങ്ങുകയല്ല, ഞാൻ ചെയ്യും അവസാനം വരെ ഞാൻ ചെയ്യും എന്നുള്ള ദൃഢനിശ്ചയമാണ്. അതാണ് ഡിറ്റർമിനേഷൻ. പിന്നെ മെത്ത ഭാവന, അതായത് ലവിങ് കൈൻഡ്നെസ്, എല്ലാവരോടും മൈത്രി. എല്ലാത്തിനെയും നമ്മൾ, പ്രപഞ്ചത്തിലുള്ള എന്തിനേയും നമ്മുടെ തന്നെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. തെറ്റ് ചെയ്യുന്നവരുണ്ടാവും നമ്മുടെ ഉള്ളിൽ, പക്ഷെ അവരോട് നമ്മൾ ദേഷ്യം കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് ദേഷ്യം വരുന്നത്. അതുകൊണ്ട് അവരാ ചെയ്യുന്നത് നമ്മളെ അഫക്റ്റ് ചെയ്യാതിരിക്കാനുള്ള കരുതൽ നമ്മൾ എടുക്കുക. നമുക്ക് ചതി പറ്റാതിരിക്കാന്, നമുക്ക് അബദ്ധം പറ്റാതിരിക്കാന്, മറ്റുള്ളവർ നമ്മളെ എന്താ പറയുക ചൂഷണം ചെയ്യുന്നത് വരാതിരിക്കാനുള്ള ജാഗ്രത നമുക്ക് വേണം. പക്ഷെ അവര് നമുക്ക് ഉള്ളിൽ നമ്മൾ അവരോട് ദ്വേഷം കാണിക്കരുതെന്നാണ്. കാരണം ദ്വേഷം കാണിക്കുമ്പോൾ അവരറിയത്തില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ദുഷിക്കും, നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് വൈബ്രേഷൻസ് ഉണ്ടാവും, നമ്മുടെ മനസ്സിനെ അത് ബാധിക്കും. അപ്പൊ നമ്മുടെ മനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം അതുകൊണ്ടാണ് ഈ മാർഷൽ ആർട്സ് നമ്മുടെ ഭിക്ഷുക്കൾ അവർ പഠിക്കുമ്പോൾ അവർ സെൽഫ് ഡിഫൻസാണ് പഠിക്കുന്നത്. അവരോട് ദേഷ്യം കാണിക്കുകയോ അവരെ കൊല്ലാൻ ചെയ്യുകയോ ചെയ്യുന്നില്ല. പക്ഷെ നമ്മുടെ ജീവന് ഹാനിയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ ആയുധം എടുക്കുകയോ കൊല്ലുകയോ ചിലപ്പോൾ ചെയ്യും. പക്ഷെ അപ്പോഴും അത് അതിനോടുള്ള ദേഷ്യം കൊണ്ടല്ല, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ലവിങ് കൈൻഡ്നെസ്, എല്ലാത്തിനോടും കരുണയും എല്ലാത്തിനോടും സ്നേഹവും നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും ഇഷ്ടപ്പെടും, നമ്മുടെ മനസ്സിനകത്തും ആ സന്തോഷം ഉണ്ടാകും. നമ്മൾ ദേഷ്യം കാണിക്കുമ്പോഴോ നമ്മൾ അസൂയ കാണിക്കുമ്പോഴോ നമുക്ക് ഇത് വരുമ്പോഴോ മത്സരബുദ്ധി വരുമ്പോഴോ നമ്മൾ എല്ലാവരുമായിട്ടും അത് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിലാണ്. ഇതിനകത്ത് ഈ ധമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഉള്ളു കണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. മറ്റുള്ളവരെ സ്വയം ഉള്ളു കാണുന്നില്ല, അവരുടെ പ്രവർത്തനം മുഴുവൻ പുറത്തേക്കാണ്. നമ്മൾ ഈ പറയുന്നത് മനസ്സിലാക്കിയ ആൾക്ക് നമുക്ക് ഉള്ളിലേക്കുള്ള, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഓരോ ചേഞ്ചസ് നമുക്ക് അറിയാം. അപ്പൊ ഉണ്ടാവുന്ന ഓരോ വികാരങ്ങളും ഓരോ ഇമോഷൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിനെ എപ്പോഴും നമുക്ക് സ്കൂളായിട്ട് നിർത്തണം എന്നുള്ള രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതറിയാൻ മേലാത്ത ഒരാൾക്ക് ഈ പറയുന്ന അസ്വസ്ഥതയുടെയും കുശുമ്പിന്റെയും കുന്നായ്മയുടെയും ഒക്കെ ലോകത്ത് അയാൾ കിടന്ന് കെട്ടിമറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ലവിങ് കൈൻഡ്നെസ്, മൈത്രി ഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അതിനുശേഷം ഉപേക്ഷ, ഈക്വാനിമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനോടും ഒരു സമഭാവനയോടുകൂടി കാണാനുള്ള മനസ്സ് ഉണ്ടാക്കിയെടുക്കുക. അതിപ്പോ ഈ മുമ്പുള്ള പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞ ഈ എന്താ പറയാ ക്ഷമ, പേഷ്യൻസ്, വീര്യം ഇതെല്ലാം വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു ലവിങ് കൈൻഡ്നെസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട്, അതുപോലെ തന്നെ നിഖമ്മ, നമ്മുടെ എന്താ പറയാ എല്ലാമായിട്ടൊരു ഡിറ്റാച്ച്മെന്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇക്വാനിമിറ്റി വരും. അതായത് സുഖം വന്നാലും ദുഃഖം വന്നാലും ഒരു സമമായ അവസ്ഥയിൽ അചഞ്ചലനായിട്ട് ഇരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഡെവലപ്പ് ചെയ്യുക.
അത് തന്നെ വരും. അത് അഷ്ടാംഗമാർഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഗുണങ്ങൾ തനിയെ തന്നെ ഒരാളിൽ ഉണ്ടായി വരും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ആ ദശപാരമത ഗുണങ്ങളും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് പറയുമ്പോൾ നമ്മുടെ അഷ്ടാംഗമാർഗത്തിന്റെ പഠനം പൂർണ്ണമാവുകയാണ്. അപ്പം ഇവിടെ നമ്മൾ ഈ 7ാമത്തെ നമ്മുടെ എപ്പിസോഡ് നമ്മളിവിടെ പൂർണ്ണമാക്കുകയാണ്. അടുത്ത എപ്പിസോഡ് മുതൽ ബുദ്ധന്റെ ആശയങ്ങളെ എങ്ങനെയാണ് നശിപ്പിച്ചത് എന്ന് നമ്മൾ പഠിക്കും. അപ്പോ ഈ ഉള്ളിലേക്ക് നോക്കുന്ന ആ ഒരു പ്രാക്ടീസിനെ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ പ്രാക്ടീസിനെ നിങ്ങൾ ഈ ഒരു ആഴ്ച കൂടി നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക. അടുത്ത ആഴ്ച മുതൽ ആ പ്രാക്ടീസിന്റെ അകത്ത് ഓരോ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പതുക്കെ പതുക്കെ മുന്നേറും. അപ്പോൾ കൂടുതലായിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെ നിങ്ങൾക്ക് തന്നെ ചെയ്തു വരുമ്പോൾ ഒന്നുകൂടെ ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ ഇതുവരെ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ്, ഒത്തിരി ഒത്തിരി നന്ദി. ജയ് ഭീം. നമോ ബുദ്ധായ.